പുണ്യാത്മാക്കളെ, നമ്മുടെ ശ്രീ സംഗമധർമ്മ സമിതി 1908 മുതൽ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിച്ചു കൊണ്ടുവരികയാണ്. ഈ സമിതിയുടെ പ്രധാന ലക്ഷ്യം ആധ്യാത്മിക രംഗത്ത് വേണ്ട അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. ഇതനുസരിച്ച് സ്വാമി ഉദിത് ചൈതന്യയുടെ നാരായണീയ പ്രഭാഷണം ഒരാഴ്ച വീതം നടക്കുകയുണ്ടായി. അതിനുശേഷം ശ്രീമദ് ദേവി മാഹാത്മ്യം മാടായിക്കോണം ഗിരീഷ് കുമാർ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീത തുടങ്ങിയ പ്രഭാഷണങ്ങൾ തുടർച്ചയായിട്ട് നടത്തിപ്പോരാറുണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, തീർത്ഥയാത്രകൾ നടത്തുക എന്നുള്ളത് ഒരു പതിവായിരുന്നു. കാഞ്ഞങ്ങാട് ആശ്രമത്തിലും ഭൂമാനന്ദ സ്വാമികളുടെ ആശ്രമത്തിലും ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലൊക്കെ നമ്മുടെ അംഗങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പല പരിപാടികളും നടത്തി വരാറുണ്ട്. പക്ഷേ ഈ കൊറോണയുടെ, എല്ലാവർക്കും അറിയുന്നത് പോലെ കൊറോണയുടെ ഇത് കാരണം അതിനുശേഷം പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിച്ചു. സാവധാനത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങി വരികയാണ്. ഇപ്പോൾ നമുക്ക് ഒരു സനാതനധർമ്മത്തെക്കുറിച്ച് ഒരു 5 ദിവസത്തെ ക്ലാസ് എടുക്കാൻ നമ്മുടെ പൂജ്യ സ്വാമികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർവ്വ ആശ്രമം തിരുവനന്തപുരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. ഏതായാലും അദ്ദേഹം ഈ 5 ദിവസവും ഇവിടെ സനാതനധർമ്മത്തിനെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ഈ കേശവൻ 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം സ്വാമി പ്രഭാഷണം തുടങ്ങുന്നതാണ്. നമസ്കാരം. പ്രിയപ്പെട്ട സംഗമ ധർമ്മസമിതിയിലെ സത്സംഗത്തിൽ സാധാരണ ഇവിടെ വരാറുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. സ്വാമിജിയെ കുറിച്ചിട്ട് മിക്കവാറും ഇവിടെ ചെമ്മണ്ടയിൽ സംസ്കൃത പ്രതിഷ്ഠാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സിൽ പോയിട്ടുള്ള നല്ലൊരു ശതമാനം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഒരുപക്ഷെ ഈ നഗരത്തിൽ ഇത്തരമൊരു പരിപാടി നടക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത്, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം തിരുവനന്തപുരത്ത് വിതുരയിലാണ്. 15-ാം വയസ്സിൽ തന്നെ ഹിമാലയത്തിലെ ഉത്തരകാശിയിൽ സന്യാസം സ്വീകരിച്ചു. തുടർന്ന് പൂജ്യസ്വാമി ചൈതന്യാനന്ദജി മഹാരാജനിൽ നിന്നും ഗുരുകുല രീതിയിൽ ശാസ്ത്രപഠനം നടത്തുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പൂജ്യസ്വാമി ചിച്ചൈതന്യപുരിജി മഹാരാജ്, പൂജ്യ ആചാര്യ സ്വാമി വിഷ്ണുതീർത്ഥജി മഹാരാജ് എന്നിവരിൽ നിന്നും ദർശനശാസ്ത്ര ശ്രവണം ലഭിക്കാനുള്ള ഭാഗ്യം ഇദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. തുടർന്ന് ഉത്തരകാശിയിലും ഗംഗോത്രിയിലും അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഉപാസനയും തപസ്സും. അതിൽ നിന്ന് ഉയർക്കൊണ്ട ഒരു ചിന്താധാരയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവൃത്തിയിൽ ഉടനീളം അദ്ദേഹം പരിപാലിച്ചു പോരുന്നത്. ഉത്തരകാശി ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠത്തിൻ്റെ ആചാര്യൻ കൂടിയായ അദ്ദേഹം പതഞ്ജലി യോഗദർശനത്തിൻ്റെ വ്യാസഭാഷാ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആദ്യമായിട്ടാണ് നടക്കുന്നത്. ചെമ്മണ്ടയിൽ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ക്ലാസ്സുകൾ ധാരാളം നടന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പുണ്യഭൂമിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രവിക്കാനും നമുക്ക് സാധിച്ചതിൽ അനൽപമില്ലാത്ത സന്തോഷം ഇവിടെ രേഖപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം
सरस्वतीं व्यासं ततो जयमुदीरयेत्। नारायणपरो व्यक्तादण्डमव्यक्तसम्भवम् अण्डस्यान्दस्त्विमे लोका सप्तद्वीपाच्च मेदिनी। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। श्रीदक्षिणामूर्तये नमः। श्री गुरुभ्यो नमः। हरि ओम। ശ്രീ സംഗമേശ്വരൻ്റെ ഈ തിരുസന്നിധിയിൽ ഇവിടെ ഇനി വരുന്ന 5 ദിവസങ്ങളിൽ സനാതന ധർമ്മത്തിൻ്റെ മൗലിക തത്വങ്ങളെക്കുറിച്ച് ഒരു ചർച്ച, ഒരു പരിചയമാണ് ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടി ഇവിടെ നടപ്പിലാക്കാൻ സതുദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ച സംഗമേശ്വര ധർമ്മ സമിതി അംഗങ്ങൾക്കും അവർക്ക് സഹായം ചെയ്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സത്സംഗം എന്ന പദ്ധതി നമ്മുടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ ഒരു സാധന രീതിയാണ്. എല്ലാ ധർമാചരണങ്ങളും സത്പ്രവൃത്തികളുമൊക്കെ ഉദയം ചെയ്യുന്നത് സത്സംഗത്തിൽ നിന്നാണ്. എത്രയോ സാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഉണ്ട്, നമുക്കറിയാം. അവയുടെയൊക്കെ സാരമെന്ത് എന്ന് ചോദിച്ചാൽ സത്സംഗമാണ് അവയുടെ എല്ലാം സാരം. സത്സംഗത്തിൽ നിന്നാണ് നമുക്ക് ധർമ്മജ്ഞാനത്തിലേക്കുള്ള ഒരു വെളിപാടുണ്ടാകുക. സത്സംഗത്തിന് അനേകം അർത്ഥങ്ങളുണ്ട്. ശ്രീ ശങ്കരാചാര്യ സ്വാമിജികൾ അദ്ദേഹത്തിൻ്റെ ഭജഗോവിന്ദം എന്ന പ്രസിദ്ധമായ കൃതിയിൽ നമ്മളൊക്കെ കേട്ട് പരിചയിച്ച കൃതിയാണ്. അതിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട് സത്സംഗത്തെക്കുറിച്ച്.
സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം. വളരെ സരളമായ ഭാഷയിൽ, സരളമായ രീതിയിൽ സത്സംഗം കൊണ്ടുണ്ടാകുന്ന ആ മഹത് പ്രയോജനത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഫലമാക്കേണ്ട ഒരു രീതി, എങ്ങനെയാണ് ജീവിതം തുടങ്ങി അതിൻ്റെ അവസാനത്തിൽ ആത്മാവിനെ, പരമേശ്വരനെ, പരമാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് അവസാനിക്കുന്നത്, അതിനെന്താണ് നിമിത്തം? പഴയ കാലത്തൊക്കെ നമുക്കറിയാം, ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്ന കാലത്ത് ഗുരുവിങ്കൽ നിന്ന് അധ്യയനം ചെയ്യുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഏത് ക്രമത്തിലാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന ആ വിദ്യാർത്ഥിക്ക്, ശിഷ്യന് വേണ്ടത്ര ധാരണ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഗുരുവിങ്കൽ നിന്ന് അധ്യയനം ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് ഒരു സദ്ഗൃഹസ്ഥനായി ജീവിച്ച് 25-35 ഒക്കെ വർഷങ്ങൾക്ക് ശേഷം വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് സാധനയിൽ മുഴുകുക എന്നൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ജീവിതത്തിൻ്റെ ക്രമത്തെ കാണിക്കുന്നതാണ്. സനാതനധർമ്മത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ സത്സംഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം അങ്ങനെ ഇത്രയും പ്രാധാന്യമുള്ള, കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന, എന്നാൽ ജീവിതത്തിൽ വലിയ സാഫല്യം സൃഷ്ടിക്കുന്ന ഒരു ധാർമ്മിക കാര്യമാണ് ഈ സത്സംഗം എന്ന് പറയുന്നത്. ശങ്കരാചാര്യ സ്വാമിജി പറയുന്നത്, സത്സംഗമുണ്ടായാൽ എന്താ സംഭവിക്കുക? സത്സംഗത്തിന് സാധുസംഗമം, സത്കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ ഛാന്തോഗ്യ ഉപനിഷത്തിൽ പറയും പോലെ സദേവ സൗമ്യതമഗ്ര ആസീത് ഏകമേവാദ്വിതീയം. സത് ആത്മാവ് തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ സത്തുമായിട്ട്, ആ പരമാത്മാവുമായിട്ട്, സർവവ്യാപകമായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ചൈതന്യ തത്വവുമായിട്ട് ഒരു നിമിഷം മനസ്സുകൊണ്ട് ഒന്ന് ചേരുക, ആ തത്വത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. അതാണ് സത്സംഗത്തിൻ്റെ ഒരു പരമമായ ലക്ഷ്യം. വ്യാവഹാരിക പ്രവൃത്തികളിൽ വ്യാപൃതമായ മനസ്സിനെ ഒരു പ്രത്യേക സമയത്ത്, ഇപ്പോൾ സന്ധ്യാവേളകളിൽ മനസ്സിനെ ആത്മാവിനോട് ചേർക്കുക എന്നാണ്. അപ്പൊ അങ്ങനെ സത്ത് എന്ന അർത്ഥത്തിൽ സത്കാരേ സാധുഭാവേച്ച സദിത്യേവാഭിധീയത്തെ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. സത് ശബ്ദം ആത്മാവിനെ സൂചിപ്പിക്കുന്നു, സത്കർമ്മങ്ങളെ സൂചിപ്പിക്കുന്നു, സാധു സംഗമത്തെ സൂചിപ്പിക്കുന്നു. സത്കാര്യേ സാധുഭാവേച്ച. അതല്ല, സത് ശബ്ദം ഒരു മന്ത്രവും കൂടിയാണ്. ഓം തത്സത് എന്ന് പറയുന്നത് ഒരു മന്ത്രമാണ്.
എന്താ ആ മന്ത്രത്തിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഓം തത്സദിതി നിർദ്ദേശോ. ഈ ഓം തത്സത് എന്ന നിർദ്ദേശം, എന്ന ഉപദേശം ബ്രഹ്മാവ് സൃഷ്ടിയുടെ ആദിയിൽ പറഞ്ഞു അത്രേ. സൃഷ്ടിയുടെ ആദിയിൽ വെളിപ്പെടുത്തിയ ഒരു മഹാമന്ത്രമാണ് ഈ ഓം തത്സത്ത്. എന്താണ് അതിൻ്റെ പ്രയോജനം, എന്താണ് ആ മന്ത്രത്തിൻ്റെ പ്രയോഗം എന്ന് ചോദിച്ചാൽ, ഭഗവാൻ പറയുന്നത്, ഏത് കാര്യവും ആരംഭിക്കുമ്പോൾ ഓം തത്സത് എന്ന് പറഞ്ഞ് ആരംഭിക്കണം. അത് അവസാനിക്കുമ്പോഴും ഓം തത്സത് എന്ന് പറയണം. ആദിയിൽ പറഞ്ഞാൽ അത് മംഗളാചരണമായി ആ കാര്യത്തിൽ സംഭവിക്കാവുന്ന വിഘ്നങ്ങളെയൊക്കെ നിവാരണം ചെയ്യുന്ന ഒരു മംഗളാചരണം, ശുഭാകാംക്ഷ. അവസാനത്തിൽ പറയുമ്പോൾ ആ കാര്യം ചെയ്തപ്പോൾ സംഭവിച്ച തെറ്റുകൾ, അതെല്ലാം, ആ തെറ്റുകളിൽ വന്ന ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കും ഓം തത്സത് എന്ന് പറഞ്ഞ് സമാപിച്ച. അപ്പൊ അങ്ങനെ ഉപദേശിച്ചിട്ടുള്ള ആ തത്സത് എന്നതില് സത് ശബ്ദം എടുക്കുമ്പോൾ അതൊരു മന്ത്രവും കൂടിയാണ് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള സത്തിനോട്, ആത്മാവിൻ്റെ സ്വരൂപമായ സാധു എന്ന അർത്ഥമുള്ള മന്ത്രമായിട്ടുള്ള ആ സത്ത്, അത് ആത്മാവ്, അതിനോട് സംഘം ചെയ്യുക. അത് ശ്രവണ മനന നിധിധ്യാസങ്ങൾ കൊണ്ടാണ് സാധ്യമാകുക. അതുകൊണ്ട് സത്സംഗത്തിന് ശ്രവണം ചെയ്യുക എന്നൊരർത്ഥം വന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതാണ്. ഇപ്പൊ സത്സംഗം എന്ന് പറഞ്ഞാൽ ശ്രവണം ചെയ്യലാണ്. അങ്ങനെ ശ്രവണം ചെയ്യുമ്പോൾ ആത്മാവിനോട് ഒരു സംഘമുണ്ടാകും. ആത്മാവിനെ കുറിച്ച് ശ്രവണം ചെയ്യുമ്പോൾ, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് ശ്രവണം ചെയ്യുമ്പോൾ, ധർമ്മവിചാരം ചെയ്യുമ്പോൾ ഒരു നിമിഷം നമ്മുടെ മനസ്സ് ആ പരമാത്മാവിൽ ലീനമാകും. അതാണ് സത്സംഗം. അങ്ങനെ വരുമ്പോൾ എന്താ കിട്ടുന്ന പ്രയോജനം? രണ്ടാമത് പറയുന്നത് സത്സംഗത്വേ നിസ്സംഗത്വം. ബാഹ്യമായ ഭൗതികമായ സംഗതികളിൽ നിന്ന് വിമുഖനാകും. അതായത് വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടില്ല, അസത്കർമ്മങ്ങൾ ചെയ്യില്ല, പാപകർമ്മങ്ങൾ ചെയ്യില്ല, അസത് വിചാരങ്ങൾ മനസ്സിൽ ഉദിക്കില്ല. സത്സംഗത്തിൻ്റെ പ്രയോജനം കൊണ്ട് അങ്ങനെ സംഭവിക്കും. അപ്പൊ സത്സംഗത്തിൽ നിന്ന് നിസ്സംഗത്വത്തിലേക്ക് എത്തുന്നു, നിസ്സംഗമാകുന്നൊരവസ്ഥ. അത് തന്നെ വളരെ മഹത്തായ ഒരു സ്ഥിതിയാണ് നിസ്സംഗമാകുക എന്ന് പറഞ്ഞു. നമുക്കുണ്ടാകുന്ന വേവലാതികൾക്കൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു വേള നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് സംഘം കൊണ്ടെന്നുള്ളതാണ്. ആവശ്യമില്ലാത്തതിനോട് സംഘം ചെയ്തു, വേണ്ടാത്തതിനോട് സംഘം ചെയ്തു. അങ്ങനെ വരുമ്പോൾ വന്ന വേവലാതികളാണ്. അങ്ങനെ ഉണ്ടായ ഒരു സംഘം വേറൊരു സംഘം കൊണ്ട് മാറ്റുന്നു. സാധാരണ അങ്ങനെയാണല്ലോ. ഒരു തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് മാറണമെങ്കിൽ പിന്നെ ഒരു ശരിയായ കൂട്ടുകെട്ട് വേണം. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവം. അപ്പൊ അങ്ങനെ നിസ്സംഗമാകുന്ന അവസ്ഥയിലെത്തും. തെറ്റുകളിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു ഭാവം ആത്മാവിൻ്റെ ഈ അറിവ് കൊണ്ട്, ശ്രവണം ചെയ്ത് കിട്ടിയ അറിവ് കൊണ്ട് നമ്മുടെ മനസ്സിൽ വരും. ഇതാണല്ലോ ശരി, ഈ കേട്ടതാണല്ലോ ശരി, ഇതാണല്ലോ ഞാൻ അഭ്യസിക്കേണ്ടത് എന്ന ഭാവം വരും. അപ്പോൾ നിസ്സംഗമായി. അപ്പോൾ സത്സംഗത്വേ നിസ്സംഗത്വം. നിസ്സംഗത്വേ, സംസ്കൃതത്തിൽ ഈ ത്വേ എന്ന് പറഞ്ഞാൽ അങ്ങനെ സിദ്ധിച്ചു കഴിഞ്ഞാൽ എന്നാണ് അർത്ഥം. നിസ്സംഗത്വേ
സിദ്ധേ സതി എന്ന് പറയണം. ശ്ലോകമായതുകൊണ്ട് 2 പദങ്ങൾ ഉപേക്ഷിച്ചു. അപ്പൊ സത്സംഗമുണ്ടായാൽ നിസ്സംഗമുണ്ടാകും, നിസ്സംഗമുണ്ടായാൽ നിസ്സംഗത്വേ നിർമോഹത്വം, മോഹജാലങ്ങളിൽ നിന്ന് വിമുക്തമാകും. എന്താണ് ഈ മോഹജാലം എന്ന് ചോദിച്ചാൽ, ആവശ്യമില്ലാത്തതൊക്കെ ആഗ്രഹിച്ച് ജീവിതത്തില് സാധിക്കേണ്ടതൊക്കെ സാധിക്കണം. നമുക്ക് കിട്ടിയ യോഗ്യതയും കഴിവും സാഹചര്യങ്ങളും സാമഗ്രികളുമൊക്കെ കേന്ദ്രീകരിച്ച് പ്രയോഗിച്ച് സാധിക്കാൻ കഴിയുന്നതെല്ലാം സാധിക്കണം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ ഒരു രസമുള്ളത്, ഈ സാധിക്കുക എന്നുള്ള പ്രവൃത്തി ഇത് എത്ര സമയത്തേക്കാണ്, എത്ര കാലമാണ് ഇങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കുക? അത് സാധിക്കുന്നു, ഇത് സാധിക്കുന്നു, നിരന്തരം സാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ, സിദ്ധിപ്പിക്കുന്നതിനെ, പ്രാപിക്കുന്നതിനെ നിർത്താൻ എന്തെങ്കിലും ഒരു അവസ്ഥയുണ്ടോ എന്നാണ്. എപ്പോഴാണ് നിർത്തേണ്ടത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴായി നിർത്തേണ്ടതെന്ന്? അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കാത്തതാണ് ഈ മോഹജാലം എന്ന് പറയുന്നത്. അതൊരു ജാലം പോലെയാണ്, ഒരു വല പോലെ. എവിടെയാ പെട്ടിരിക്കുന്നത്, എങ്ങനെയാ പുറത്തു പോകേണ്ടതെന്നൊരു പിടുത്തവുമില്ല. നമുക്കൊരു ജീവിതത്തിൽ വേണ്ടതെല്ലാം അതത് അവസ്ഥകളിൽ സാധിക്കണം. അത് സാധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകാം. ഇപ്പൊ വിദ്യാഭ്യാസം ചെയ്യേണ്ട സമയത്ത് വിദ്യാഭ്യാസം ചെയ്യണം. ആ പ്രായവും അവസ്ഥയും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയില്ല. അത് ഭഗവത് നിശ്ചിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതോടുകൂടി മസ്തിഷ്കമൊക്കെ തയ്യാറായി വരുന്നതോടുകൂടി ചിലതൊക്കെ നമുക്ക് അഭ്യസിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ അഭ്യസിച്ച് അതിനെ പരിശീലിക്കാൻ കഴിയും. ആ സമയത്ത് അതിൻ്റെ അഭ്യാസങ്ങൾ ചെയ്തു കൊള്ളണം. അത് കഴിഞ്ഞ് ആ ചെയ്ത അഭ്യാസത്തിൻ്റെ പ്രയോഗമാണ് പിന്നെ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ് ജോലി തേടി ധനസമ്പാദ്യമൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്ത് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്വരൂപിക്കുക. അത് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയും കഴിയും. പിന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുക, ചെയ്തു തളർന്നു, എത്ര കാലം ഇതൊക്കെ ചെയ്യുന്നു, ഇനിയും ഇത് തന്നെ ചെയ്യണമല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നൊരവസ്ഥ. അതാണ് ശരിക്കും റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഭഗവാൻ അതിൻ്റെ ഒരു ടൈമിംഗ് വെച്ചിട്ടുണ്ട്. നമുക്ക് ടൈമിംഗ് അറിയില്ല, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. പക്ഷെ ഭഗവാൻ ഒരു ടൈമിംഗ് വെച്ചിട്ടുണ്ട്. ഭഗവാൻ ശരീരത്തിനും മനസ്സിനും ഒക്കെ ആ ടൈമിംഗ് അനുസരിച്ച് ആദേശം കൊടുക്കും. അപ്പോൾ ഒരവസ്ഥ എത്തുമ്പോൾ വിഡ്രോ ചെയ്യണമെന്ന് തോന്നും. മതി, ചെയ്തതൊക്കെ മതി, കിട്ടിയതൊക്കെ മതി, ഇനി ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നൊരവസ്ഥ വരും. അപ്പൊ ആ അവസ്ഥയിൽ പിന്നെ എന്താണ് മനസ്സിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, അപ്പോഴാണ് നമ്മൾ ഈ സത്സംഗത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക, സമാധാനമായിട്ട് മനസ്സിനെ ശാന്തമാക്കണം എന്നൊക്കെ ചിന്തിക്കുക. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ വന്നാൽ പിന്നെ ഒരു അന്തമില്ല. പിന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചെറുപ്പത്തിൽ യുവാവസ്ഥയിൽ ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ റിട്ടയർഡ് ആവുന്ന സമയത്തും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അത് മോഹകാരണമാണ്. അതുകൊണ്ട് നമുക്ക് വേവലാതി കൂടുകയേ ഉള്ളൂ. അപ്പോൾ ചിലതൊക്കെ ഉപേക്ഷിക്കണം. അപ്പൊ എന്തുപേക്ഷിക്കണം, എന്തുപേക്ഷിക്കണ്ട എന്നും കൂടി അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഉപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ആ അവസ്ഥയിൽ എത്തിയാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാതെ വന്നാൽ
പിന്നെ മനസ്സിങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനെയാണ് മോഹജാലം എന്ന് പറയുന്നത്. അതിന് മോഹം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മോഹം എന്ന് പറയുന്നത് ഒരു ആഗ്രഹം എന്നാണ് അർത്ഥം. എന്നാൽ ശരിക്കും മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ എന്നാണ് അർത്ഥം. സംസ്കൃതത്തില് മൂഢൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ എന്നാണ്. ആ ശബ്ദവും മോഹശബ്ദവും ഒക്കെ ഒരർത്ഥത്തിലുള്ളതാണ്. തെറ്റിദ്ധാരണ, ശരിയായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ട് ഒന്നിനോട് അതിയായ ആസക്തി ഉണ്ടാവുക, അതിയായ ആസക്തിയിൽ പെട്ടുപോവുക. അപ്പൊ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തിയ മാർഗങ്ങൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ, ഇപ്പോൾ ഏത് സർവീസിലായാലും റിട്ടയർമെന്റ് ഒരു സമയമുണ്ട്. റിട്ടയർമെന്റ് ആയിക്കൊള്ളണം, ആ പ്രായമാവുമ്പോൾ റിട്ടയർഡ് ആവണം. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിമുക്തനാകും. വിമുക്തനായാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ സേവാ വിമുക്തി നേടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുകൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ മോഹം എന്ന് പറയുന്നത്, ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തിരിച്ചറിവ് ഉണ്ടാവില്ല. ഇപ്പോൾ ആരോടെങ്കിലും ചോദിക്കുകയാണ്, എത്ര ധനം സമ്പാദിച്ചാൽ ധനസമ്പാദ്യം നിർത്തും? നമ്മളൊരു സഭ കൂടി എല്ലാവരോടും വിളിച്ച് ചോദിക്കുക, എത്ര ധനം സമ്പാദിച്ചാൽ നമുക്ക് ധനസമ്പാദ്യം നിർത്താം? ആർക്കും ഒരു പിടിയില്ല, അതൊരു ലക്ഷ്യമില്ല. വിദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം പഠിച്ച് വിദ്യ അഭ്യസിക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു PhD വരെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര കാലം വിദ്യ അഭ്യസിക്കാം. അഭ്യസിച്ച് കഴിഞ്ഞ് വിദ്യ അഭ്യസിക്കുന്നത് മതിയാക്കാം. അതിനൊരു നിശ്ചിത സമയമുണ്ട്. പിന്നെ ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ഗൃഹസ്ഥ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ സ്വരൂപിക്കുന്നു. ഒരു വീടും ഒരു സൗകര്യമാണ് സാധാരണ ഒരു കുടുംബത്തിന് വേണ്ടത്. ചിലവർ 2 വീടുണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്ര വീടുണ്ടാക്കണം? അതൊരു ചോദ്യമാണ്. ഇനി വരാൻ പോകുന്ന കാലത്ത് നമുക്ക് നിശ്ചയമില്ലെങ്കിൽ സമൂഹം നമ്മളെ നിശ്ചയിപ്പിക്കും. കാരണം ഭാരതത്തിൽ ജനസംഖ്യ കൂടി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഇപ്പോൾ ഭാരതത്തിലാണ്. ചൈനയിലായിരുന്നു. ഇപ്പോൾ ചൈനയെക്കാളും 80 ലക്ഷം ആൾക്കാരിപ്പോൾ ഭാരതത്തിൽ കൂടുതലായി. അപ്പോൾ ഇനി സ്ഥലം കുറഞ്ഞു വരും. കേരളത്തിൽ പ്രത്യേകിച്ച് സ്ഥലമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഒരു വീട് മതി എന്നുള്ളൊരവസ്ഥ വരും. രണ്ടാമതൊരു വീടോ മൂന്നാമതൊരു വീടോ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോ കാര്യത്തിനും നമുക്കൊരു നിശ്ചിതമായ കണക്ക് വേണം. കാരണം ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത്, ഭൂമിയുടെ ആകാരം നിശ്ചിതമാണ്, ജലം നിശ്ചിതമാണ്, വായു നിശ്ചിതമാണ്, എല്ലാം നിശ്ചിതമാണ്. ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആൾക്കാർ കൂടുതൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ വായു ഉണ്ടാകുന്നു, കൂടുതൽ ഓക്സിജൻ ഉണ്ടാകുന്നുമില്ല. ഓക്സിജൻ നഷ്ടപ്പെടുകയാണ്. പക്ഷേ ഭഗവാൻ ഒരു റീസൈക്ലിംഗ് സിസ്റ്റം വച്ചിട്ടുള്ളത് കൊണ്ട് വൃക്ഷങ്ങളിൽ നിന്ന് നമുക്ക് ഓക്സിജൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് വൃക്ഷങ്ങൾ വലിച്ചെടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയാണ് നമ്മെ വിമുക്തരാക്കേണ്ടത്? അതാണ് മുഖ്യമായിട്ടുള്ള വിഷയം. അപ്പോൾ ആൾക്കാർ നമ്മളിങ്ങനെ പറയുമ്പോൾ ചോദിക്കാറുണ്ട്, സ്വാമിമാർക്ക് ഇതൊക്കെ പറയാം. കാരണം സ്വാമിമാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അവരിങ്ങനെ എല്ലാം ത്യജിച്ച് നടക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ആൾക്കാർ നോക്കുമ്പോൾ നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തോന്നും. അപ്പോൾ സ്വാമിജിമാർക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഇനിയും സമ്പാദിക്കണം, ഇനിയും കഷ്ടപ്പെടണം, എന്നാലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ ഒരന്തവുമില്ല. നമ്മളെ ഫ്രീ ആക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതിനെയാണ് മോഹാവസ്ഥ എന്ന് പറയുന്നത്. അതിനോടൊക്കെ താത്പര്യം തോന്നിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചു, അത് കഴിഞ്ഞ് അവിടെ ധനസമ്പാദ്യം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് 2ാമത്തെ അവസ്ഥയിൽ പ്രവേശിച്ചാൽ പിന്നെ അവിടെ നിന്ന് 3ാമത്തെ അവസ്ഥയുണ്ട്, പിന്നെ ഒരു 4ാമത്തെ അവസ്ഥയുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തനമില്ല. നമ്മൾ ആകെ കൂടെ 2ാമത്തെ അവസ്ഥയിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഗൃഹസ്ഥാശ്രമത്തിൽ എത്തുക, അവിടെ പരിവാരമൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുക, പിന്നെ അവിടെ സമ്പാദ്യം ചെയ്യുക. ആ സമ്പാദ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനൊരു ലിമിറ്റ് ഇല്ല. മാത്രമല്ല, ഈ ചെയ്ത സമ്പാദ്യമൊക്കെ വിതരണം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആ മക്കൾക്ക് കൊടുക്കണം, ചെറുമക്കൾക്ക് കൊടുക്കണം,
അല്ലെങ്കിൽ മരുമക്കൾക്ക് കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെ വലിയ പ്രശ്നമാണ് ഉണ്ടാവുക. കാരണം ഇതിനോടൊക്കെ അതിയായ ആസക്തി. അപ്പൊ ഇങ്ങനെ ആ മോഹജാലത്തിൽ നിന്ന് മാറാനായിട്ട് വഴി സത്സംഗം കാണിക്കുന്നു. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം. ആ നിർമോഹത്വം വന്നാൽ മാത്രമേ, ഈ മോഹജാലങ്ങളിൽ നിന്ന് മനസ്സിനെ പുറത്തെടുത്താൽ മാത്രമേ നിശ്ചല തത്വത്തെക്കുറിച്ച് ധ്യാനിക്കാനും അറിയാനും കഴിയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നിശ്ചല തത്വം എന്താണ്? നമ്മുടെ തന്നെ സ്വരൂപമാണ്. നാം ഓരോരുത്തരും ആ നിശ്ചല തത്വത്തിലാണ് സ്ഥിതമാകുന്നത്. നിശ്ചല തത്വത്തിൽ നിന്ന് ഉണരുന്നു, നിശ്ചല തത്വത്തിൽ ലയിക്കുന്നു. നിശ്ചല തത്വമാണ് നമ്മുടെ സ്വരൂപം. ആ നിശ്ചല തത്വത്തിൽ മനസ്സ് എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സാഫല്യം നാം അനുഭവിക്കുന്നത്. അതിനെന്ത് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു. നിർമോഹത്വം വരണം. നിർമോഹത്വേ നിശ്ചല തത്വം. അതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുക. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും സാധ്യമാകുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ ക്രമത്തില്, അത് പ്രാപിക്കേണ്ട ക്രമത്തില് സാധന ചെയ്തു പോയാൽ സാധ്യമാകുന്ന ഒരവസ്ഥയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിക്കും സ്വാമിമാർക്കും സിദ്ധന്മാർക്കും ഒക്കെ പ്രാപ്യമാകുന്നതാണ് ഈ ജീവൻ മുക്തി എന്ന് പറഞ്ഞത്. എന്തോ ഒരു വലിയ അവസ്ഥയാണ്. അങ്ങനെയല്ല. വാസ്തവത്തില് ഓരോ ജീവനും, പ്രത്യേകിച്ച് മനുഷ്യജന്മത്തിൽ വന്ന ഓരോ ജീവനും, അങ്ങനെ പറയാൻ കാരണം മനുഷ്യജന്മത്തിലാണ് വിശേഷാൽ ബുദ്ധിയുള്ളത്, വിവേക ബുദ്ധിയുള്ളത്. വിവേക ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ സത്സംഗം തന്നെ സാധ്യമാകുന്നത് വിവേക ബുദ്ധിയുള്ളവർക്കാണ്. അങ്ങനെ വിവേക ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞ് ആ നിശ്ചല തത്വത്തിൽ നമ്മുടെ മനസ്സിനെ സ്ഥാപിച്ചാൽ അത് തന്നെയാണ് ജീവൻ മുക്തി. നിശ്ചല തത്വേ ജീവൻ മുക്തി. ഇതെന്താണ് ഞാനീ പറഞ്ഞത്? ഞാനീ പറഞ്ഞതാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ അവസ്ഥ. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്. ഏതിനെയാണോ നിശ്ചല തത്വം എന്ന് പറഞ്ഞത് അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു, പരമാത്മാവെന്ന് പറയുന്നു, ഭഗവാൻ എന്ന് പറയുന്നു, വിഷ്ണു എന്നും ശിവനെന്നും ദേവിയെന്നും സുബ്രഹ്മണ്യനെന്നും ഇങ്ങനെ പല പല നാമങ്ങളിൽ പറയുന്നു. ഓരോരോ കർമ്മങ്ങളെ ഉദ്ദേശിച്ച് ഓരോരോ നാമങ്ങൾ, ഓരോരോ ഭാവങ്ങൾ. ഈ വ്യാപകമായ തത്വം സർവം ഖല്വിതം ബ്രഹ്മ തജ്ജലാനിധി ശാന്ത ഉപാസീത, ഈ കാണുന്നതെല്ലാം ആ നിശ്ചല തത്വം തന്നെയാണ്, ആത്മാവ് തന്നെയാണ്. നാം കാണുന്നതും കേൾക്കുന്നതും ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നതും ഒക്കെ അതിനെ തന്നെയാണ്. അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോകൂ. മനസ്സ് അതിലാണ് നിലകൊള്ളുന്നത്. പക്ഷേ നമുക്കറിയാൻ കഴിയുന്നില്ല. നാം കിടന്നുറങ്ങുമ്പോൾ, എല്ലാവരും ഉറങ്ങാറുണ്ടല്ലോ അല്ലേ? ഉറങ്ങുമ്പോൾ എന്താണ് അനുഭവിക്കുക? ഉറക്കത്തിലെ അനുഭവം എന്താണ്? സുഖമായി ഉറങ്ങിയെന്ന്. ഇത് ഉറക്കത്തിൽ ആർക്കും അനുഭവം ഇല്ലാന്നുണ്ടോ? ഉറക്കത്തിൽ അനുഭവം ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? എന്താ അനുഭവം ഉറക്കത്തിലെ? സുഖം അല്ലേ? ഉറപ്പാണല്ലോ. ഉറക്കം എന്ന് പറയുമ്പോ ശരിക്കുള്ള ഗാഠനിദ്ര, അതിൽ സുഖം അനുഭവിക്കുന്നുണ്ട്, ഉണ്ടല്ലോ. അവിടെ എന്തിൽ നിന്നാണ് സുഖം അനുഭവിക്കുന്നത്?
എന്തിൻ്റെ സുഖമാണ് അനുഭവിക്കുന്നത്? ഇത്രയും കാലമായിട്ട് നമ്മൾ ഉറങ്ങുകയായിരുന്നു അല്ലേ? ദിവസവും കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട്. ആ ഉറക്കത്തിലെ ഒന്ന് അനുഭവിക്കുന്നുണ്ട്, സുഖം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മോഹം കാരണം, നിർമോഹമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതുവരെയും ഇത്രയും സാധാരണമായ ഒരു അനുഭവത്തെക്കുറിച്ച് പോലും ചിന്തിച്ചറിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ സുഖം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ സുഖം അനുഭവിക്കുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അത് ശരീരം വയ്യാണ്ടിരിക്കുകയാണെങ്കിലും കിടന്നുറങ്ങിയാൽ സുഖം തന്നെയാണ് അനുഭവിക്കുക. അപ്പൊ അതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കണം, ഭഗവാനെ നല്ല ഉറക്കം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ദുസ്വപ്നങ്ങളൊന്നും കാണരുതേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ എൻ്റെ ചോദ്യം വളരെ സരളമാണ്. അങ്ങനെ കിടന്നുറങ്ങിക്കഴിയുമ്പോ എന്തിൽ നിന്നാണ് സുഖം കിട്ടുന്നത്? അതിനുത്തരം അറിയില്ല. ആരാണ് സുഖിയായിട്ടുള്ളത് അവിടെ? അതറിയാമോ? അതാരാ? നാം തന്നെയാണ്. അതുറപ്പാണ്, നാം തന്നെയാണ് സുഖിയായിട്ടുള്ളതെന്ന്. പക്ഷെ എന്തിൽ നിന്നാണ്, എവിടെ നിന്നാണ് സുഖം കിട്ടുന്നതെന്ന് അറിയില്ല. ഇതൊരു രഹസ്യമാണ്, ഒരു ഉപനിഷത്താണ്. ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവൻ മുക്തി അവസ്ഥ അനുഭവിക്കാൻ കഴിയും. അത്രയും സിമ്പിളാണ്. എവിടുന്നാണ് ഈ സുഖം കിട്ടുന്നത്? കാരണം എന്താണ്? സുഖം എന്താണെന്ന് അനുഭവിക്കുന്ന ഞാനവിടെ ഉണ്ട്, അതുറപ്പാണ്. കാരണം ആരും സുഷുപ്തി അവസ്ഥയിൽ പോയിട്ട് ഞാൻ ഇല്ലാതായി എന്ന് പറയുന്നില്ല. ഇന്നലെ ഞാൻ കിടന്നുറങ്ങി ചത്തുപോയി, പിന്നെ രാവിലെ ഞാൻ ഉണ്ടായി വന്നു എന്ന് പറയാറുണ്ടോ? എന്ന് ആർക്കും അനുഭവമില്ല. ഞാൻ ഇല്ലാതായി എന്ന് എനിക്ക് അനുഭവമില്ല. അപ്പോൾ സുഖം അനുഭവിക്കുന്ന ആൾ ഞാൻ തന്നെയാണെന്ന് ഉറപ്പാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ടത് ഞാൻ സുഖം അനുഭവിച്ചു എന്ന്. പക്ഷേ ഈ സുഖം എവിടുന്ന് വന്നു എന്നുള്ളതാണ് രഹസ്യം. ഇതിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുക. അതൊന്ന് ചിന്തിക്കാം. സനാതനധർമ്മത്തിന്റെ ആദ്യ പരിചയം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആദ്യ പരിചയത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കഴിഞ്ഞ് ബാക്കി ഇതിൻ്റെ കഥകളൊക്കെ ഇനി ഒരുപാട് വരും. ഇനി 5 ദിവസമുണ്ട്. അപ്പോ ഈ സുഖം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, പകൽ സമയത്ത് നമുക്ക് പല സുഖങ്ങളും കിട്ടാറുണ്ട്, അനുഭവിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ സുഖം അല്ലേ? ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ സുഖം. മക്കളിൽ നിന്ന് സുഖം, കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്ന് സുഖം, പരസ്പര ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പര സുഖം, ധനത്തിൽ നിന്ന് സുഖം, ബാഹ്യവസ്തുക്കളിൽ നിന്ന് സുഖം. ഇങ്ങനെ സുഖത്തിൻ്റെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ പകൽ സമയത്ത് ഇതിൽ നിന്നൊക്കെ സുഖം അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഈ സുഖമൊക്കെ എന്നിലൂടെയാണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ശരീരത്തിലൂടെ അനുഭവിക്കുന്നു. ശരീരമാണ് അതിന് ഹേതു. കാരണം ഭക്ഷണം കഴിക്കുന്നത് അതിലൂടെ, വായിലൂടെ വയറിലേക്ക് പോകുന്നു, നമ്മൾ നാവ് കൊണ്ട് രുചിക്കുന്നു. അപ്പോൾ ശരീരം അതിന് വേണമെന്ന് ഉറപ്പാണ്. അപ്പോൾ ആ സുഖത്തിന് ഹേതുവായിട്ടുള്ളത് ശരീരമാണ്. മനസ്സ് അതിൻ്റെ കൂടെയുണ്ട്. ഇതൊക്കെ സാമഗ്രികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വ്യക്തമാണ് ഇന്ന വസ്തുക്കളിൽ നിന്ന് സുഖമുണ്ടായി എന്ന് നമുക്ക് പറയാം, അല്ലേ? പക്ഷെ ഉറക്കത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ ശരീരമുണ്ടോ? അവിടെ ഉറക്കത്തില് ശരീരമുണ്ടോ? ഇല്ലയോ? ഇല്ല. ഉണ്ടോ? അവന് പോലും മനസ്സിലായി ശരീരമില്ല എന്ന്. കാരണം ശരിയായിട്ട് ഉറങ്ങുന്ന ഒരു കൊച്ചു കുട്ടിക്ക് പോലും അറിയാം
അവിടെ ഈ ശരീരമില്ല എന്ന്. അപ്പൊ എന്താ, ശരീരത്തിൽ നിന്ന് സുഖമുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. കാരണം ശരീരത്തുമായിട്ട് അവിടെ കണക്ഷൻ ഇല്ല, അല്ലേ? ശരീരത്തിൽ നിന്ന് സുഖം ഉണ്ടായിട്ടില്ല. കാരണം ശരീരം കട്ടിലോ പായയിലോ എവിടെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങുകയാണ്. അതാണ് ഈ ഉറങ്ങിക്കഴിഞ്ഞുള്ള രസം. ഈ വലിയ വിലപിടിപ്പുള്ള മെത്തയും കട്ടിലും എ സിയും ഫാനും അല്ലെങ്കിൽ റൂം ഫ്രഷ്നറൊക്കെ വേണ്ടത് ഉറക്കത്തിന് തൊട്ട് മുമ്പ് വരെയാണ്. ഉറക്കം വന്നാൽ, ഉറക്കം വരുന്ന ഒരാൾക്ക് ഇതൊന്നും ബാധകമല്ല. ഇതൊന്നിനും ഉറക്കവുമായിട്ടൊരു ബന്ധവും ഇല്ല. അതാണ് സത്യം. ശരിക്കും ഉറക്കം വരാത്തത് കൊണ്ട് ഇതെല്ലാം സ്വരൂപിച്ച് നമ്മൾ ഉറക്കത്തിന് വേണ്ടി തയ്യാറാകുകയാണ്. ഇതെല്ലാം കൂട്ടി വെച്ചാൽ നല്ല വിലയുള്ള മെത്തയാണെങ്കിൽ കൂടുതൽ ഉറക്കം വരുമെന്നൊക്കെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടില്ലേ വഴിയിലൊക്കെ? അത് ആയിരക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങുന്ന മെത്തയായാൽ അതിൽ കൂടുതൽ ഉറക്കം വരും. സത്യത്തിൽ ഉറക്കവുമായിട്ട് ഈ മെത്തയ്ക്ക് ഒരു ബന്ധവും ഇല്ല. അത് തട്ടിപ്പാണ്, കബളിപ്പാണ്. പല രോഗങ്ങൾക്കും കാരണമാണ് അത്തരം മെത്തകളിൽ കിടന്നുറങ്ങുന്നത്. ഉറക്കം വന്നാൽ, ഉറക്കത്തിന്റെ സമയമായാൽ, ഉറക്കം വരുന്നത് സ്വയമാണ്. മെത്തയ്ക്ക് ഉറക്കം കൊണ്ടുവരാൻ പറ്റില്ല, എ സിക്ക് ഉറക്കം കൊണ്ടുവരാൻ പറ്റില്ല, ഫാനിന് ഉറക്കം കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ കൊതുക് കടിച്ചാൽ ഡിസ്റ്റർബ് ആകുമെന്ന് നമ്മൾ പറയുന്നത്. കൊതുക് കടിക്കാതിരുന്നാൽ കൊതുകിന് ഉറക്കം കൊണ്ടുവരാൻ പറ്റുമോ? അതില്ല, ഒന്നുമില്ല. ഉറക്കം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അത് വരുമ്പോൾ വരും, കഴിഞ്ഞാൽ സ്വയം തന്നെ പോവുകയും ചെയ്യും. നല്ല മെത്തയിൽ കിടന്നുകൊണ്ട് കൂടുതൽ സമയം ഉറങ്ങുമെന്നുള്ളൊരു ഭ്രമം നമുക്കുണ്ട്. അതൊക്കെ തെറ്റാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാസ്തവത്തിൽ അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത്. ഏതായാലും പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശരീരം ആ സുഖത്തിന് വേണ്ടി അവിടെ ഇല്ല എന്നാണ്. നമ്മൾ വാങ്ങിവെച്ച മെത്തയും സാമഗ്രികളൊന്നും ഉറക്ക സമയത്ത് ഗാഠനിദ്രയിലില്ല. കാരണം എന്താണ്? ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ഓർക്കുന്നില്ല. ഓർക്കുന്നുണ്ടോ? ശരീരത്തെ മറന്നുപോയി, മറ്റതിനെല്ലാം മറന്നുപോയിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് ഓർമ്മയില്ല. ഓർമ്മയില്ലാത്ത, ബന്ധമില്ലാത്ത ഒന്നിൽ നിന്ന് എങ്ങനെയാ സുഖം ഉണ്ടാവുക? അപ്പോ ശരീരത്തിൽ നിന്ന് സുഖം ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ മനസ്സുമില്ല അവിടെ. കാരണം മനസ്സുണ്ടെങ്കിൽ വിചാരങ്ങളുണ്ട്. വിചാരങ്ങളുണ്ടെങ്കിൽ ഉറക്കം ഉണ്ടാവുമോ? വിചാരം ഉണ്ടായാൽ ഉണ്ടാകില്ല. എനിക്ക് ഉറങ്ങണം എന്നുള്ള വിചാരവും കൂടി ത്യജിക്കുമ്പോഴാണ് ഉറക്കം വരിക. ഉറങ്ങണം 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 എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഉറക്കം വരുമോ? ഇല്ല. അപ്പോൾ ആ വിചാരവും പോയി, മനസ്സും പോയി. ഇനിയാണ് രസം. ഇതൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ എന്താ ഇപ്പോൾ ബാക്കിയുള്ളത്? ശരീരവും ഇല്ല, മനസ്സും ഇല്ല. പിന്നെ എന്താ ബാക്കിയുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എന്ന അഹങ്കാരം. ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്, എൻ്റെ പേര് ഇന്നതാണ്, ജാതി ഇന്നതാണ്, എനിക്ക് ഇത്രയധികം ധനമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയധികം ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളാണ് എന്നുള്ള കുറേ പേഴ്സണാലിറ്റി കണ്ടീഷൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോധം. അതാണ് പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക. പക്ഷെ വാസ്തവത്തിൽ അതും അവിടെ ഇല്ല. ഈ ഉറങ്ങുന്ന ആളിന് അത് അയാൾ സ്ത്രീയാണോ പുരുഷനാണോ, എന്താണ്, ഏത് ജാതിയിൽപ്പെട്ട ആളാണ്, ഏത് ജോലി ചെയ്യുന്ന ആളാണ്, എന്താണ് പഠിച്ചത്, എത്ര ധനം ബാങ്കിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ള യാതൊരു കാര്യവും ഓർമ്മയില്ല. ഇതിലേതെങ്കിലും ഒന്ന് ഓർമ്മയുണ്ടായാൽ, അങ്ങനെ ഓർമ്മ വയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ ഓർമ്മയുണ്ടായാൽ ഉറക്കം ശരിയാകില്ല എന്നത് ഉറപ്പാണ്. അപ്പൊ ഇതെല്ലാം മറക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഉറങ്ങാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മറക്കുക എന്നാണ് അർത്ഥം. മറക്കുക എന്ന അർത്ഥം എന്താണ്? ഉപേക്ഷിക്കുക. ഈ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുക. അപ്പൊ ഇതിൽ നിന്നൊന്നും സുഖമുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. ആവോ? ഇല്ല.
ധൃതരാഷ്ട്രരോട് വിതുരർ പറയുന്ന ഒരു വാക്യമുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ധൃതരാഷ്ട്രരും വിതുരരുമായിട്ടൊരു സംവാദം ഉണ്ടല്ലോ. യുദ്ധം ഇല്ലാതാക്കാൻ, മഹാഭാരത യുദ്ധം ഇല്ലാതാക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് വിതുരർ അന്തിമ സമയം വരെ ശ്രമിച്ചു. പാണ്ഡവർക്ക് വേണ്ടതൊക്കെ കൊടുത്തിട്ട് അവരെ തൃപ്തരാക്കി താമസിപ്പിക്കുക, എവിടെയെങ്കിലും വ്യവസ്ഥിതമാക്കി താമസിപ്പിക്കുക എന്നൊക്കെ വിതുരർ ചിന്തിച്ചു. അവിടെ വിതുരർ പറയുന്നൊരു വാക്യമുണ്ട്. അല്ലയോ മഹാരാജാവേ, താങ്കൾ ഇത്രയധികം ധനം സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്താണ് ടോട്ടലി ആകെ എന്താണ് ഫലം ഉണ്ടാവുക? ജീവിക്കുക എന്നുള്ളത് എല്ലാവർക്കും സമാനമാണ്. ശ്വാസോച്ഛ്വാസം ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും സമാനമാണ്. ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിനെയാണ് ജീവനം എന്ന് പറയുക. എല്ലാം ഉണ്ടായിട്ട് നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അത് ജീവനമാകില്ല. സഹസ്രിണോപി ജീവന്തി ജീവന്തി ശതിനസ്തഥാ ധൃതരാഷ്ട്ര വിമുഞ്ചേച്ഛാം ന കഥഞ്ചിത് ന ജീവ്യസേ. 100 രൂപ കൈവശമുള്ള ഒരാളും ജീവിക്കുന്നു. അയാളും ജോലി കഴിഞ്ഞ് ആ കാശ് കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് വെള്ളം കുടിച്ച് കിടന്നുറങ്ങുന്നു. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാള് 100 രൂപ സമ്പാദിച്ച ആള് അല്ലാണ്ടാകുന്നു. അയാൾ അതിന് പുറത്തു പോകുന്നു. സഹസ്രിണോപി ജീവന്തി. ആരുടെ കയ്യിൽ ആയിരക്കണക്കിന് ധനമുണ്ടോ അവരും ജീവിക്കുന്നു, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, ഭക്ഷണം അത്ര തന്നെ കഴിക്കുന്നു, വെള്ളം അത്ര തന്നെ കുടിക്കുന്നു, കിടന്നുറങ്ങുന്നു. ആ മെത്തയുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ച് വില കൂടിയ മെത്തയും കുറച്ച് വില കുറഞ്ഞ മെത്തയും ഒക്കെ, ഏതായാലും കിടന്നുറങ്ങുന്നു. അതുകൊണ്ട് ജീവിക്കുക എന്ന കാര്യത്തിൽ എന്തിനാണ് ഇത്രയധികം ആർത്തി? തൻ്റെ സഹോദരങ്ങളുടെ സ്വത്തും കൂടി അപഹരിച്ചെടുത്ത് വയ്ക്കാൻ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ധൃതരാഷ്ട്ര വിമുഞ്ചേച്ഛ. അതിനെ ത്യജിക്കൂ, എല്ലാത്തിനും സമാധാനം ഉണ്ടാകും, താങ്കൾക്ക് നന്നായിട്ട് കിടന്നുറങ്ങാൻ കഴിയും. അപ്പോൾ ധൃതരാഷ്ട്ര ഇടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ഈയിടെയായിട്ട് കുറച്ച് ദിവസമായിട്ട് ഉറക്കമില്ല എന്ന്. അപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് വിതുരർ. അപ്പൊ ആ അവസ്ഥയില് നമ്മളിതെല്ലാം മറക്കുന്നു എന്നർത്ഥം അല്ലേ? എല്ലാം മറന്ന് കിടന്നുറങ്ങുന്നു. ഇപ്പോ ശരീരമോ മനസ്സോ നമ്മുടെ അധികാരങ്ങളോ പദങ്ങളോ ധനമോ ഒന്നും തന്നെ, ഒരു നമ്മുടെ കൂട്ടുകാരോ സമ്പത്തോ ഒന്നുമില്ല കൂടെ, നിശ്ചേഷ്ടരായി കിടക്കും. കൈയൊക്കെ ഇങ്ങനെ വിടർത്തി അല്ലേ, കിടന്നുറങ്ങുമ്പോൾ ഒന്നുമായിട്ടൊരു ബന്ധമില്ലാതെ കിടക്കും. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു സുഖം ഉണ്ടാവുന്നുണ്ട്. ആ സുഖത്തെക്കുറിച്ച് പറയുന്നത് അവിടെ മനുഷ്യനെന്നല്ല, മൃഗങ്ങള്, പക്ഷികള്, ജീവജാലങ്ങള് ആര് തന്നെ ഉറങ്ങിയാലും, ഒരു കൊതുക് തന്നെ ഉറങ്ങുകയാണെങ്കിൽ, കൊതുകിനും ഉറങ്ങുന്ന സമയമുണ്ട്. കൊതുക് നമ്മൾ നോക്കിയിട്ടില്ലേ? ഇപ്പോൾ സന്ധ്യാസമയങ്ങളിൽ വരും. രാവിലത്തെ സന്ധ്യയിലും വൈകുന്നേരത്തെ സന്ധ്യാസമയങ്ങളിലുമാണ് കൊതുക് വന്ന് അറ്റാക്ക് ചെയ്യുക. കാരണം ആ സമയത്ത് ബ്ലഡ് കുടിക്കണം. ആ ബ്ലഡിൽ ചില പ്രോട്ടീൻസ് ഉണ്ട്, അത് കൊതുകിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് അത് ബ്ലഡ് കുടിക്കാൻ വരുന്നത്. ബാക്കി പച്ച ഇലകളിൽ നിന്നുള്ള രസങ്ങളൊക്കെ അത് സേവിക്കാറുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഭക്ഷണ രീതി. അപ്പം അതിൽ അമ്മയായിട്ടുള്ള കൊതുകുകളാണ്, അതായത് നമ്മൾ അതിൽ പുരുഷ സ്ത്രീ പറയുമ്പോൾ അമ്മയായിട്ടുള്ള കൊതുകുകളാണ് കൂടുതൽ കടിക്കാൻ വരിക. കാരണം മുട്ട ഉണ്ടാവാനായിട്ട് ഒരു പ്രത്യേക പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. ആ പ്രോട്ടീൻ നമ്മുടെ ബ്ലഡിൽ നിന്നാണ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് അത് വരുന്നത്. ഏതായാലും അതിനൊരു നിശ്ചിത സമയമുണ്ട്. ആ സമയം കഴിയുമ്പോൾ അത് പോകും. പകൽ സമയത്തൊന്നും കാണാറില്ല. പകൽ സമയത്ത് എവിടെയൊക്കെ ഒളിച്ചിരുന്ന് ഉറങ്ങുകയാണ്. കൊതുകുകളെ തേടിയാൽ പോലും കാണില്ല. ഇലയുടെ ഇടയിലോ എവിടെയെങ്കിലുമൊക്കെ തുണിയുടെ മറവിലോ ഒക്കെ മറഞ്ഞിരിക്കിട്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന സുഖം ഇതാര് തരുന്നു? ഈ സുഖം എവിടുന്ന് വരുന്നു? നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ സുഖം എവിടുന്ന് വരുന്നു? ആ സുഖം എല്ലാവർക്കും ഒരുപോലെയാണ്. അങ്ങനൊരു സത്യം കൂടി ഇതിലുണ്ട്. എല്ലാവർക്കും ഒരുപോലെയാണ് ആ സുഖം. അതിനെക്കുറിച്ച് ഛാന്തോഗ്യ ഉപനിഷത്തിലാണ്, നേരത്തെ പറഞ്ഞ ഉപനിഷത്ത്, ഛാന്തോഗ്യ ഉപനിഷത്ത് സാമവേദത്തിലെ ഛന്തോക ശാഖയില്
ബ്രാഹ്മണ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഉപനിഷത്താണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉപനിഷത്താണ്. ആ ഉപനിഷത്തിലാണ് ശബരിമലയുടെ 18-ാം പടിയുടെ മുകളിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്ന തത്വമസി എന്ന മഹാവാക്യം വരുന്നത്. 9 തവണ ഛാന്തോക്യ ഉപനിഷത്തിലെ 6-ാം അധ്യായത്തില് തത്വമസി എന്ന് പറയുന്നുണ്ട്. വലിയൊരു മഹാവാക്യമാണ് അത്. നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ തത്വമാണ്, സനാതന ധർമ്മത്തിൻ്റെ ഉപദേശ തത്വമാണത്. അതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആ ചർച്ചയിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ അവിടെ വരുന്നതാണ്. അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കിടന്നുറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആർക്കും ഒരഭിമാനവുമില്ല. എല്ലാവരും അവരുടെ അഭിമാനങ്ങൾ ത്യജിക്കുന്നു. അത് മനുഷ്യർ മാത്രമല്ല, സിംഹോ വാ മൃഗോ വാ വരാഹോ വാ കീടോ വാ പതംഗോ വാ ദംശോ വാ മശകോ വാ യദ്യത് ഭവന്തി തദാ ഭവന്തി. എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഉറങ്ങിക്കിടക്കുമ്പോൾ സുഷുപ്തിയിലെത്തിയാൽ സിംഹമായാലും പന്നിയായാലും കുതിരയായാലും പശുവായാലും ഈച്ചയായാലും പൂച്ചയായാലും കൊതുകായാലും ഏത് ജീവി, ഉറുമ്പായാലും ഏത് ജീവിയായാലും ഉറങ്ങിക്കിടക്കുമ്പോൾ അത് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലാണ് എത്തുന്നത്. എത്ര വലിയൊരു സത്യം നോക്ക്. അവിടെ ഒരു ഭേദവുമില്ല. അവിടെ കള്ളനുമില്ല, പോലീസുമില്ല, പാർട്ടിയില്ല, ജാതിയില്ല, സ്ത്രീയില്ല, പുരുഷനില്ല, കുട്ടിയെന്നില്ല, യുവാവെന്നില്ല, വൃദ്ധനെന്നില്ല. ദേശകാല സംബന്ധങ്ങളൊക്കെ നമ്മുടെ അഭിമാനങ്ങളും വ്യവസ്ഥകളും ഒന്നും അവിടെ ഇല്ല. അവിടെ സിംഹോവാ വരാഗോവാ കീടോവാ പതംഗോവാ ദംശോവാ മശകോവാ യദ്യത് ഭവന്തി തദാ ഭവന്തി. എല്ലാം ആ സത് ആത്മാവായിട്ട് തന്നെ തീരുന്നു. എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഭേദബുദ്ധിയെല്ലാം അവിടെ നഷ്ടപ്പെടുന്നു. അപ്പോ എന്താ സംഭവിക്കുക? സദാ സൗമ്യ തദാ സമ്പന്നോ ഭവതി സ്വപിതി ഇത്യാചക്ഷതേ. ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ നമുക്ക് നമ്മുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകും. ഈ ഒരു അനുഭവം മാത്രം. ഈ അനുഭവം ഭഗവാൻ തൻ്റെ സ്വരൂപ അനുഭവത്തെ ഫ്രീ ആയിട്ട് നമുക്ക് തന്നിരിക്കുക. ഒരു സാധനയും ഇല്ലാതെ കേവലം വിചാരം കൊണ്ട് മാത്രം നമുക്ക് ഈ അനുഭവത്തെ തിരിച്ചറിയാം, അങ്ങനെ ചിന്തിച്ചാൽ. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ആശ്ചര്യം. ഇപ്പൊ ഇത്രയും കാലം നമ്മൾ ഉറങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചില്ലല്ലോ. അയ്യോ, അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ലല്ലോ, അപ്പൊ ഞാൻ ആരാണ്, ഞാൻ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്, എവിടെയാണ് ഈ ഭേദമൊക്കെ എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായില്ല. അപ്പൊ എവിടെന്നാ ഈ സുഖം കിട്ടുന്നത്? ഇതൊന്നുമില്ലാത്ത ഇരുന്നിട്ട് സുഖം എവിടെന്നാ കിട്ടുന്നത്? അത് നമ്മളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്, അല്ലേ? നാം അല്ലാതെ അവിടെ വേറെ ഒന്നും ഇല്ലല്ലോ. വേറെ ഒന്നിൻ്റെയും അറിവ് അവിടെ ഇല്ല. എന്നാൽ നാം ഇല്ല എന്ന് നമുക്ക് നിരാകരിക്കാനും കഴിയുന്നില്ല. അപ്പൊ എന്താ യുക്തി കൊണ്ട് എന്ത് സാധിക്കാം? നാം തന്നെയാണ് അവിടെ ഉള്ളത്, അവിടെ അനുഭവിക്കുന്നതാണ് എൻ്റെ യഥാർത്ഥ സുഖം. ആ സുഖം അവിടെ മാത്രമല്ല, വാസ്തവത്തില് എല്ലായിടത്തും അത് തന്നെയാണ്. പക്ഷേ ഉണർന്നു വരുമ്പോ മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് വേറെ വേറെയായി മാറുന്നു. ഓരോന്നിനോടുമുള്ള ഐഡന്റിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇല്ലാത്തതൊക്കെ ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് പലതായിട്ട് കാണും. മനസ്സിലായോ? എന്താ ഞാൻ പറഞ്ഞതെന്നോ എന്തെങ്കിലും മനസ്സിലായോ? എന്തോ മനസ്സിലായല്ലേ? ഇതിന്റെ പ്രത്യേകത അതാണ്. എന്താ മനസ്സിലായതെന്നൊരു
നിശ്ചയം ഉണ്ടാവില്ല. പക്ഷെ എന്തോ മനസ്സിലായി എന്നൊരു തോന്നലും ഉണ്ടാവും. ഇതിന്റെ പ്രത്യേകത അതാണ്. ഇവിടെ മറ്റൊരു തത്വം കൂടി പറയാനുണ്ട്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ്, എല്ലാവരും ചോദ്യം ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. എല്ലാം ഇങ്ങനെ വിഭിന്നമായിട്ട് കാണുമ്പോൾ സർവം ഖലുഇദം ബ്രഹ്മ ഏകമേവ അദ്വിതീയം അഹം ബ്രഹ്മാസ്മി തത്വമസി ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എന്നൊക്കെ പറയുന്ന ഈ അദ്വൈതവാദികളായിട്ടുള്ള ശ്രുതികള്, വാക്യങ്ങള് എങ്ങനെയാ എല്ലാം ഒന്നാവുക എന്നുള്ളത്? ഇതെല്ലാം പലതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, എല്ലാം ഒന്നായാൽ പിന്നെ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ പോരെ, എല്ലാവർക്കും തൃപ്തി ഉണ്ടാകണമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. ആ ഒരു രഹസ്യം ഇവിടെ തന്നെ ഭഗവാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പലപ്പോഴും നമുക്ക് ഒരു ദിവസമൊക്കെ ഉറങ്ങാൻ കഴിയാതെ വരാണ്ട് യാത്രയിലും മറ്റുമൊക്കെ. രണ്ടാമത്തെ ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. പക്ഷെ 2, 3, 4 ദിവസം ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു. നമുക്ക് ത്യാഗം ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കണമെങ്കിൽ, സ്വയം നിങ്ങൾക്ക് പരീക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആരോഗ്യമുള്ളവരാണ്, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യരുത് കേട്ടോ. ആരോഗ്യം ഓക്കെ ആണെങ്കിൽ ഒരു 2 ദിവസം ഉറങ്ങാതിരുന്ന് നോക്കുക. 2 ദിവസം ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്നതാണ്, ആരെന്ത് വന്ന് പറഞ്ഞാലും തള്ളിക്കളയും. ഇതൊന്നും ഇപ്പൊ എനിക്ക് കേൾക്കണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി. അവിടെ നമ്മൾ ബാങ്കിന്റെ പാസ്ബുക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സന്തത സഹചാരിയായിട്ട് ശരീരത്തിന്റെ അംശമായിട്ട് തന്നെ കയ്യിലുള്ള മൊബൈൽ ഫോണോ ഒന്നും ആപ്ലിക്കബിൾ അല്ല. അവിടെ നമുക്ക് ആകെ വേണ്ടത് ഉറങ്ങുക എന്നുള്ളത്. ശത്രുക്കളുമില്ല, മിത്രങ്ങളുമില്ല, സമ്പാദ്യവുമില്ല, ബന്ധുക്കളുമില്ല, ഒന്നുമില്ല. ഇത് പരീക്ഷിച്ച് നോക്കാം. ഞാനിത് കുട്ടിക്കാലത്ത് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്വാമി നമുക്ക് ഉപദേശം തന്നപ്പോൾ, കുട്ടിക്കാലത്ത് ഒക്കെ ചെയ്യാമല്ലോ അതൊക്കെ, എന്നാ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഈ ഉറങ്ങാതിരുന്നാൽ എന്താ സംഭവിക്കാം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉറങ്ങാതിരുന്നാൽ ചില കഴിവുകളൊക്കെ ഉണ്ടാവും, പിന്നെ ഈ ബ്രെയിനിന്റെ ചില ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആവും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ രീതിയിൽ കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. എന്നാൽ അതൊന്ന് പരീക്ഷിക്കാം. പിന്നെ വീട്ടില് അച്ഛനമ്മയോടൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ അവരും ഭ്രാന്ത് പിടിക്കും, അവർ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ഇതേപോലെ ഒരു ശബരിമല അനുഷ്ഠാന കാലത്ത് ഒരു പ്രത്യേക സന്ദർഭമൊക്കെ ഉണ്ടാക്കി, ഒരു നാടകീയതയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പ്രത്യേക അനുഷ്ഠാനത്തിലാണെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാതിരുന്നു 2.5 ദിവസം വരെ. അതെനിക്കൊരു 12 വയസ്സോ 13 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. അപ്പൊ അത്രയൊക്കെ സാധിച്ചിരുന്നുള്ളൂ. 2.5 ദിവസം വരെ ഉറങ്ങിയില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം 24 മണിക്കൂർ അങ്ങനെ ഈസി ആയിട്ട് പോയി. രണ്ടാമത്തെ ദിവസം അപ്പൊ അദ്ദേഹം ടെക്നിക്ക് പറഞ്ഞു തന്നു, അങ്ങനെ പരീക്ഷിക്കണമെങ്കിൽ ഇന്നതൊക്കെ ചെയ്യണം. കരിക്കിൻ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം, വേറെ അധികം ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്, പിന്നെ ഉറക്കം വരുമ്പോഴൊക്കെ പോയി കുളിക്കുക എന്നൊക്കെ പറഞ്ഞ് 2-3 ടെക്നിക്കൊക്കെ പറഞ്ഞു. അതൊക്കെ പരീക്ഷിച്ച് അങ്ങനെ ചെയ്തു. വാസ്തവത്തിൽ ഈ 2.5 ദിവസം കഴിഞ്ഞപ്പോൾ 3-ാമത്തെ ദിവസം നിന്നാലും ഉറങ്ങും, ഇരുന്നാലും ഉറങ്ങും, നടന്നാലും ഉറങ്ങും, ഏതൊരവസ്ഥയിലും ഒരു രക്ഷയില്ല. അതായത് നമ്മൾ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയില്ല. പക്ഷെ വേറൊരു അനുഭവം ഉണ്ടായത്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല, കാണുന്ന സമയത്ത് കേൾക്കാൻ പറ്റില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിയതുപോലെ ഉണ്ട്. അത് അങ്ങനെ ആ സമയം അങ്ങനെ ആയതുകൊണ്ട് അത് സാധിച്ചതാണ്, എല്ലാവർക്കും സാധിക്കില്ല. പക്ഷേ അതൊരു അനുഭവമായിരുന്നു വാസ്തവത്തിൽ. ആ തമാശയ്ക്ക് വേണ്ടി അന്നൊരു പരീക്ഷണാർത്ഥം നമ്മുടെ ഒരു കൗതുകം കൊണ്ട് ചെയ്തതാണെങ്കിലും അതൊരു അനുഭവമായിരുന്നു. എന്താ അനുഭവം എന്ന് ചോദിച്ചാൽ, ഈ ഒരു നമ്മുടെ വിഡ്രോ ചെയ്യുന്ന ഒരു സിംറ്റം, നമുക്കൊന്നും വേണ്ട, ആര് പറയുന്നത് കേൾക്കാൻ ആഗ്രഹമില്ല, ആരും നമ്മുടെ മുന്നിൽ വരരുത്, പറയരുത്, ഒന്നും കേൾക്കണ്ട, പാട്ട് കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട എന്നുള്ളൊരവസ്ഥയിലെത്തുക. അപ്പൊ അത്രയും മഹത്വമുള്ളതാണ്, അത്രയും അടിസ്ഥാനമായ ആവശ്യമാണ് ഈ ഉറക്കമെന്നത് നമ്മുടെ സിസ്റ്റത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് അതിനെ വച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ തത്വജ്ഞാനത്തിൻ്റെ ആദ്യ പാഠങ്ങളാണ്.
വേദാന്തത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, അല്ലെങ്കിൽ ആദ്യ പാഠം എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെയാണ് വേദാന്തം നിലകൊള്ളുന്നത്. വേദാന്തത്തിൻ്റെ അടിസ്ഥാന പാഠമാണിത്. ഇതിൽ ഒരനുഭവമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ള അനുഭവമാണ്. എന്താണതെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞില്ലേ, ഈ ഉറക്കം എന്ന അവസ്ഥയിലെത്തിയാൽ എല്ലാവരും അനുഭവിക്കുന്നത് എന്താണ്? സുഖമാണ്. ആ സുഖം എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ് നിശ്ചയിച്ചത്? തന്നിൽ നിന്ന് തന്നെ. കാരണം വേറൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ വന്നു എന്ന് പറയേണ്ടി വരും. അതാണെന്നിപ്പോൾ വയ്ക്കുക. ഇതെല്ലാവർക്കും സമാനമാണോ? അതാണ് ഇനി അടുത്തൊരു ചോദ്യം. ഈ ഉണ്ടായ അനുഭവം, ഈ ഉറക്കത്തിലുണ്ടാകുന്ന അനുഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതെല്ലാവർക്കും സമാനമാണോ അല്ലയോ? ആണല്ലേ? അല്ല, വ്യത്യാസമുണ്ട്. ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് പരീക്ഷിക്കണം. കാരണം ഇത് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ. ഉറക്കത്തിൽ എല്ലാവരും സമാനമായാണ് സുഖം അനുഭവിക്കുന്നത്. എത്ര സമയം ഉറങ്ങുന്നുവോ അത്രയും സമയം അനുഭവിക്കുന്ന സുഖം എല്ലാവർക്കും സമാനമാണ്, അഥവാ അല്ല. രണ്ടു പക്ഷം ഉണ്ടാവും തീർച്ചയായിട്ടും. ആണെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെ? കാരണം ഉപനിഷത്ത്, വേദാന്തത്തിലെ എല്ലാ ഉപനിഷത്തുക്കളിലും ആത്മാവിന്റെ സ്വരൂപത്തെ പ്രതിപാദനം ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രക്രിയയിലൂടെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനീ പറഞ്ഞു വെച്ചത്, ഇത്രയും വരെ പറഞ്ഞത്, വേദാന്തത്തിന്റെ മുഴുവൻ സാരം സരളമായ രീതിയിൽ അനുഭവവേദ്യമായിട്ടുള്ള കാര്യത്തെ അങ്ങനെ തന്നെ നിങ്ങളുടെ മുന്നിൽ സനാതനധർമ്മത്തിന്റെ ആദ്യ പരിചയം എന്ന രീതിയിൽ പറഞ്ഞതാണ്. ബാക്കി കഥകളൊക്കെ നമ്മൾ ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ പറയുന്നുണ്ടാവും. ഇവിടുന്നാണ് കഥ തുടങ്ങുന്നത്. അപ്പൊ അതില് നമ്മുടെ സനാതനധർമ്മം പറയുന്ന ഏറ്റവും മഹത്തായ ഉപദേശം എന്താണ്? തത്വമസിയാണ്, അഹം ബ്രഹ്മാസ്മി എന്നാണ്. അതിനെയാണ് മഹാവാക്യങ്ങൾ എന്ന് പറയുക. ഈ കാണുന്നതെല്ലാം ബ്രഹ്മമയമാണ്, ഈ കാണുന്നതെല്ലാം ആത്മാവ് തന്നെയാണ്. കാണുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി, ഈ ജഗത്തിലുള്ള നമ്മള്, ജീവജാലങ്ങള്, ഇനി ആകാശത്തിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം ചേർത്ത് അറിഞ്ഞതും അറിയാത്തതും വ്യക്തവും അവ്യക്തമായതും എല്ലാം ഒന്ന് തന്നെയാണ്. ആ ഒന്ന് തന്നെയാണ് എന്നുള്ള അനുഭവം നമുക്ക് തന്നെ നിരന്തരമായിട്ടുണ്ട്. അത് പറഞ്ഞു വെച്ചു. പക്ഷെ നിരന്തരമായിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ സ്ഥാപിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന അനുഭവവേദ്യമായിട്ടുള്ള സുഷുപ്തിയെ ഉദാഹരണമായിട്ട് എടുത്തത്. ജാഗ്രതയിലും അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ആ മെയിൻ പോയിന്റിലേക്ക് പോകാം. മെയിൻ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും സുഷുപ്തിയിൽ ഉറങ്ങുന്നു. ഉറങ്ങി എഴിച്ചു വന്നാൽ നമ്മുടെ ആദ്യത്തെ ഒരു ഡിക്ലറേഷൻ എന്താണ്? നന്നായിട്ട് ഉറങ്ങി, സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. ന കിഞ്ചിത് അവേദിഷം സുഖമഹം അസ്വാപ്സം. ഇതാണ്. ഇങ്ങനെ എല്ലാവരും പറയാറുണ്ടോ? അല്ലെങ്കിൽ പറയാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാലേ പറയാറുള്ളൂ. അല്ല രാവിലെ എഴിച്ചു വന്ന് ഇതിങ്ങനെ മൈക്കൊണ്ട് പറയുകയല്ലോ. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടോ? ഒന്ന് ഉറക്കെ പറയൂ. ഓക്കെ. അപ്പൊ എന്താ അനുഭവം ഉള്ളത്? സുഖമായിട്ട് കിടന്നുറങ്ങി, ഒന്നും അറിഞ്ഞില്ല, അല്ലേ? എല്ലാവർക്കും അനുഭവമുണ്ട്. ഈ അനുഭവം എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ, എനിക്കുണ്ടായ അനുഭവം, അതായത് ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്നുള്ള അനുഭവം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായ അനുഭവം അത് തന്നെയാണ്. വാക്കാൽ പറയുമ്പോൾ അത് തന്നെയാണ്. സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. ഇതിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും വ്യത്യാസം?
ഇല്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിനൊരു യുക്തിയുണ്ട്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇപ്പൊ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും എന്നോട് ചോദിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആളോടാണെന്ന് പറയുന്നത് ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഇന്നലെ രാത്രി വളരെ സുഖമായിട്ട് ഇറങ്ങി എന്ന് പറയുമ്പോൾ അയാൾ ഒരിക്കലും നിങ്ങളോട് ചോദ്യം ചോദിക്കില്ല, ആ സുഖം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. അങ്ങനെ ചോദിക്കുന്ന ദാറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഈസ് റോങ്. അങ്ങനെ ചോദിക്കുന്ന ചോദ്യം തന്നെ തെറ്റാണ്. ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുമ്പോൾ എന്നോട്, അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ആ സുഖമായിട്ട് ഉറങ്ങിയ സുഖം എന്തായിരുന്നു, അതെങ്ങനെയായിരുന്നു, അത് പായസം കുടിച്ചതുപോലെ ആയിരുന്നോ, അല്ലെങ്കിൽ പാല് കുടിച്ചതുപോലെ ആയിരുന്നോ, ഹലുവ കഴിച്ചതുപോലെ ആയിരുന്നോ, അല്ലെങ്കിൽ സിനിമ കണ്ടതുപോലെ ആയിരുന്നോ, എന്തുപോലെ ആയിരുന്നു എന്ന് ചോദ്യവും ഉത്തരവും രണ്ടും ഉണ്ടാവാറില്ല. ഒരൊറ്റ വാക്ക് സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. അപ്പൊ സുഖമായി ഉറങ്ങി എന്നുള്ളതിനെ ഉറപ്പിക്കാനാണ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. സുഖമായി ഉറങ്ങി എന്നുള്ളത് മാത്രം മതി, പക്ഷേ അതിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങി എന്ന് പറയുമ്പോൾ ആരും മറുത്ത് ചോദിക്കാറില്ല, ആർക്കും ഒരു സംശയമില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ട്രിക്ക് ദർ? എന്താണ് അതിലുള്ള കളി? എങ്ങനെയാണ് ഇത്, ഞാൻ ഉറങ്ങിയ സുഖത്തെ എങ്ങനെയാണ് മറ്റൊരാൾ അറിയുന്നത്? അയാൾക്കതിൽ സംശയമില്ലാത്തത് എന്തുകൊണ്ട്? ഞാൻ സുഖമായി ഉറങ്ങിയെന്ന് പറയുമ്പോൾ അയാൾ പൂർണ്ണമായി അത് വിശ്വസിക്കുന്നു. നമ്മുടെ ലോകത്ത് വിശ്വാസമില്ലാത്തൊരു കാലമാണ് അല്ലേ? ആർക്കും ആരെയും വിശ്വാസമില്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും പരസ്പരം സംശയമൊക്കെ ഉള്ള കാലമാണ്. അങ്ങനൊരു കാലത്ത് ഇക്കാര്യത്തില് വിശ്വാസമുണ്ട്. അപ്പൊ എന്തോ ഒരു ട്രിക്ക് ഭഗവാൻ കളിച്ചിരിക്കുന്നു ഇവിടെ അല്ലേ? എന്തോ ഒരു ട്രിക്ക് ഭഗവാൻ കളിച്ചിരിക്കുന്നു. ആ ട്രിക്കിലാണ് ഈ അദ്വൈത ജ്ഞാനത്തിന്റെ അനുഭവം നിലകൊള്ളുന്നത്. അത് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള ഒരു രഹസ്യമാണ്. ഞാനൊരു സ്വപ്നം കണ്ടു, ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു എന്ന് ഉറങ്ങി എഴിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെന്നോട് ചോദിക്കും, എന്തായിരുന്നു ആ സ്വപ്നം, എന്താ നീ കണ്ടത്, ഒന്ന് വിവരിക്കൂ. അവർക്കും ആ രസകരമായ സ്വപ്നം കേൾക്കാനുള്ള ആകാംക്ഷ ഉണ്ടാകും. അപ്പൊ എനിക്ക് കണ്ടതും ഓർത്തതും ഒക്കെ പറഞ്ഞു കേൾപ്പിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഞാൻ കണ്ട സ്വപ്നം എന്താണ് എന്ന് അവർക്ക് മനസ്സിലാകുകയും ആ സ്വപ്നത്തിൽ ഞാൻ അനുഭവിച്ച ആനന്ദമോ ദുഃഖമോ ഒക്കെ അവർക്ക് മനസ്സിലാകുകയും ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം മനസ്സിലാകില്ല. പക്ഷേ ഈ സുഷുപ്തിയുടെ കാര്യത്തിൽ അങ്ങനെ ചോദ്യമില്ല. ഇതാണ് അദ്വൈത ദർശനത്തിന്റെ സാക്ഷാത് അനുഭവം. എല്ലാവരിലും ഒരുപോലെ ഉണ്ടാകുന്ന, എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകുന്ന അനുഭവം നാം അറിയാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരുപോലെ അനുഭവം ഉണ്ടായാൽ അത് സത്യമാണെങ്കിൽ, അത് നിത്യമാണെങ്കിൽ, അത് ഉപാധികളൊന്നും ഇല്ലാത്തതാണെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ ചോദ്യവും ഉത്തരവും ഉണ്ടാവില്ല. മനസ്സിലായോ എന്താ ഞാൻ പറഞ്ഞതെന്ന്? ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് മനസ്സിലാകും കുറച്ചുകൂടി. ഇപ്പോൾ നമ്മളൊരു വിവാഹ ഫംഗ്ഷന് പങ്കെടുത്തു എന്ന് വയ്ക്കാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ബന്ധുക്കളും പരിചയക്കാരോ കൂട്ടുകാരോ ഒക്കെ ആയിരിക്കുമല്ലോ. ഒരു വിവാഹ ഫംഗ്ഷന് പങ്കെടുത്തു. ആ ഫംഗ്ഷനിൽ വിളമ്പിയ സദ്യയിൽ നല്ലൊരു മധുരമായിട്ടുള്ള ആസ്വാദ്യമായിട്ടുള്ള പായസം ഉണ്ടായിരുന്നു. എല്ലാവരും അത് ഭക്ഷിച്ചു. പുറത്തിറങ്ങി, എല്ലാവരും പ്രസന്നവദനരായിട്ട് പുറത്തിറങ്ങി. പരസ്പരം എന്താ ചോദിക്കുക? പായസം നന്നായി അല്ലേ?
അങ്ങനെ വെറുതെ നമ്മൾ പറയും. അതങ്ങനെ ഒരു ശീലമാണ്. പായസം നന്നായി. അപ്പോൾ ആ നന്നായി എന്ന പായസം നന്നായി എന്ന് മാത്രം പറയുന്നു പരസ്പരം. എന്നാൽ എന്താണ് അതിലെ നല്ലതെന്നുള്ള സ്വഭാവം, എന്താണ്, എങ്ങനെയാണ് നന്നായത് എന്നൊരു ചോദ്യം വരുന്നില്ല അവിടെ. കാരണം എന്താ അങ്ങനെ ചോദിക്കാത്തതിന് കാരണം എന്താണ്? അവർ രണ്ടുപേരും പരസ്പരം സമ്പാദിക്കുന്ന രണ്ടുപേരും ഭക്ഷിച്ച പായസം ഒന്ന് തന്നെയാണ് ആ പായസം. അതുകൊണ്ട് പായസം നന്നായി എന്നുള്ളൊരു സാമാന്യ സംവാദം മാത്രം നടത്തിയിട്ട് എന്തുകൊണ്ട് പായസം നന്നായി, എന്തുകൊണ്ട് നിനക്ക് മധുരമായിട്ട് തോന്നി എന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിന് കാരണം എന്താ ഞാൻ പറഞ്ഞത്? അത് ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ ഭക്ഷിച്ച പായസം ആരൊക്കെ ഭക്ഷിച്ചുവോ അതെല്ലാം അവർ ഒരേ സാധനത്തെയാണ് അനുഭവിച്ചത്, ഒരേ വസ്തുവിനെയാണ് അനുഭവിച്ചത്. അതുകൊണ്ട് അവിടെ ചോദ്യമോ ഉത്തരമോ ഇല്ല. മനസ്സിലായില്ലേ? കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി എന്ന് തോന്നുന്നു. ഇതാണ് ആത്മാവിന്റെ സ്വരൂപം. ആ സ്വരൂപത്തില് സുഷുപ്തിയിൽ പോകുമ്പോൾ നാം നമ്മുടെ ഉപാധികളെല്ലാം ത്യജിച്ച് അനുഭവിക്കുന്ന ആനന്ദം, സുഖം ഒന്നാണ്. അവിടെ ഭേദമില്ല. ആ ഒരു പായസം കുടിച്ചിട്ട് എല്ലാവരും പരസ്പരം സമ്പാദിക്കുന്നത് പോലെ ഒന്നിനെയാണ് അനുഭവിക്കുന്നത്. അഭേദമായിട്ടുള്ള അദ്വൈതമായ ഒന്നിനെയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആ സുഖം എന്താണ് എന്ന് ചോദിക്കാത്തത്. നമുക്ക് വ്യക്തമായി അറിയാം, ഞാൻ അനുഭവിച്ചതുപോലെ തന്നെയാണ് അയാളും അനുഭവിച്ചിരിക്കുക. ഞാൻ ഉറങ്ങിയപ്പോൾ എന്താണോ അനുഭവിച്ചത് ആ സുഖം തന്നെയാണ് അയാളും അനുഭവിച്ചത്. ഇതുകൊണ്ടാണ് ആത്മതത്വം ഒന്നാണ് എന്ന് പറയുന്നത്. ഇതാണ് ആത്മതത്വത്തിന്റെ ഒന്നാമത്തെ സ്വരൂപം, ആനന്ദസ്വരൂപം. ആനന്ദോയം ആത്മാ വിജ്ഞാനമാനന്ദം ബ്രഹ്മ. ഈ ആനന്ദത്തിൻ്റെ നിത്യമായ പ്രാപ്തിക്ക് വേണ്ടിയാണ് വാസ്തവത്തില് നാം ജീവിക്കുന്നത് തന്നെ. കോഹ്യേവ അന്യാത് കപ്രാണ്യാത് യ ഏഷ ആനന്ദോ നസ്യാത്. ഈ പ്രാണനക്രിയ ചെയ്യുന്നുണ്ടല്ലോ, ശ്വാസോച്ഛ്വാസം. ഈ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലും ആ ആനന്ദത്തെ അനുഭവിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം എന്നുള്ള ഇത്രയും വലിയൊരു ജോലി, വലിയൊരു ജോലിയാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം 21,600 തവണയാണ് സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. അത് ജോലിയാണ്, പ്രയത്നമുള്ളതാണെന്ന് മനസ്സിലാകുന്നത് എപ്പോഴെങ്കിലും നമുക്ക് ശ്വാസ തടസ്സമോ ചുമയോ ജലദോഷമോ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് എത്ര പണിയുള്ള കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകുക. അപ്പൊ ഉപനിഷത്ത് പറയുന്നത് അതാണ്. അങ്ങനെ ഒരു ആനന്ദം, ഒരു രസം അവിടെ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഫ്രീ ആയിട്ട് ഇയാൾ ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പിടിച്ചു വച്ചിരിക്കുന്ന, ഈ ശ്വാസത്തെ ഉള്ളിൽ പിടിച്ചു വച്ചിരിക്കുന്ന എന്തോ ഒരു സാധനമുണ്ട്. അതാണ് ആത്മാവ്. അതെല്ലാവരിലും ഒന്നാണ്. പക്ഷെ ഈ വിചാരത്തോടു കൂടി ആ അനുഭവത്തിന്റെ രസത്തെ സ്വരൂപമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് പണിപ്പെടേണ്ടി വരുന്നു. അതിന് കാരണം നേരത്തെ പറഞ്ഞ ചില ഗുണങ്ങൾ നമ്മളിൽ ഇല്ല. നമ്മുടെ മനസ്സ് വിമുഖമായിരിക്കുന്നു. ഈ വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലും ഗുണങ്ങളിലും ദോഷങ്ങളിലും ഒക്കെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുന്നത് കൊണ്ട് അന്തരാത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ട്? ഇത്രയും രസമുള്ള പായസം ഉള്ളിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വെളിയിൽ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് സമയത്ത് സൃഷ്ടികർത്താവ് ചെയ്ത ചെറിയൊരു കളിയാണ്. പരാഞ്ചിഖാനി വതൃണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതിന അന്തരാത്മൻ. സൃഷ്ടി ചെയ്യുമ്പോൾ ഇദ്ദേഹം ആലോചിച്ചു, ഈ സൃഷ്ടിയിൽ ഞാൻ ഇങ്ങനൊരു ടെക്നിക്ക് ഉപയോഗിച്ചില്ല എങ്കിൽ ഇവരെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ആത്മാവിൻ്റെ ആനന്ദം, പായസം, രസം ആസ്വദിച്ചുകൊണ്ട്
രസോ വൈ സഹ, ആ രസം ആസ്വദിച്ചുകൊണ്ട് വെറുതെ സമാധിയിൽ ജനിച്ച മുതൽക്ക് തന്നെ മരിക്കുന്നത് വരെ ഇങ്ങനെ കുത്തിയിരിക്കും, ഒരു പ്രവൃത്തിയും ചെയ്യില്ല, സൃഷ്ടിയെ വ്യാപിപ്പിക്കില്ല, സൃഷ്ടിയെ പ്രസരിപ്പിക്കില്ല, പിന്നെ തല്ലും വഴക്കൊന്നും ഉണ്ടാക്കില്ല, ഒരു പ്രശ്നവും ഇല്ലാത്തൊരു അവസ്ഥയാവും. പിന്നെ എന്തായിരിക്കും സ്ഥിതി? പിന്നെ സൃഷ്ടിയുടെ രസം എന്താണ്? അതുകൊണ്ട് സൃഷ്ടികർത്താവ് മനഃപൂർവ്വം ഈ ഈ ഇന്ദ്രിയങ്ങളൊക്കെ എന്താ ചെയ്തത്? ബഹിർമുഖങ്ങളാക്കി വെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഇന്ദ്രിയങ്ങളൊക്കെ ബഹിർമുഖങ്ങളായിട്ട് പോകും. അപ്പൊ ഉണർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ബാഹ്യ വിഷയങ്ങളെ ആയിരിക്കും ചിന്തിക്കുക. ഇപ്പൊ ഇവിടുന്ന് സത്സംഗം കേട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുന്നത് നോക്കുക എങ്ങോട്ടൊക്കെയാണ് മനസ്സ് പോകുന്നത്. അത് ഓട്ടോമാറ്റിക്കലി, അതിന് വരെ ശ്രമമൊന്നും വേണ്ട. സത്സംഗത്തിൽ വരാൻ പ്രിപ്പറേഷനും ശ്രമവും ഒക്കെ വേണം. കാരണം എന്താണ്? ഇത് ഒഴുക്കിനെതിരെയുള്ള നീന്തലാണ്. പക്ഷെ അതങ്ങനെയല്ല, അത് ഫ്രീ ആണ്. അത് നമ്മളിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ തട്ടി തട്ടി നോക്കുന്നത് മാതിരി ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. അതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കും. ബോധക്ഷയം വരുന്നത് വരെ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കാരണം പരാഞ്ചിഖാനി വ്യതരണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതിനാന്തരാത്മൻ. അങ്ങനെ വെളിയിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സൃഷ്ടിയെ നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പ്രജനനക്രിയ ആരും ചെയ്യില്ല, സമ്പാദനം ആരും ചെയ്യില്ല, കൃഷി ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. കാരണം സമാധിയിൽ കിട്ടുന്ന പരമമായ ആ ആനന്ദം ആസ്വദിച്ചുകൊണ്ട് അതിൽ നിമഗ്നരായിരിക്കും. അപ്പൊ പിന്നെ സൃഷ്ടികർത്താവിന് വലിയ ജോലിയായില്ലേ? എന്താ ജോലി? ഈ കർമ്മങ്ങളൊക്കെ പരിരക്ഷിക്കണം, ലോകത്തെ മുഴുവൻ പരിരക്ഷിക്കണം, കർമ്മഫലങ്ങളെല്ലാം ആൾക്കാരിൽ എത്തിക്കണം. അത് വലിയൊരു ഡ്യൂട്ടിയാണ്. അപ്പോൾ അങ്ങനെ കർമ്മഫലങ്ങൾ എത്തിക്കാൻ എന്തെല്ലാം വ്യവസ്ഥ വേണം. അതൊക്കെ ചെയ്യണമെങ്കിൽ ഇവര് ഈ കൂട്ടരെല്ലാം ബഹിർമുഖരായിരിക്കണം. അങ്ങനെയാണ് സപ്തർഷികൾ വാഗ്ദാനം ചെയ്തു, ഇനി നിങ്ങൾ ചിന്തിക്കണ്ട, ഇവരെയൊക്കെ ബഹിർമുഖരാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്ന കാര്യം നാം ഏറ്റു എന്ന് പറഞ്ഞാണ് പിന്നെ സൃഷ്ടിയുടെ വിസ്താരം വരുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇത് ബഹിർമുഖമായത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇത്രയും ദിവസം നാം ഉറങ്ങിയിട്ടും ഇങ്ങനൊരു ചിന്ത പോലും നമുക്ക് വരാതിരിക്കാനുള്ള ഒരു മുഖ്യമായ കാരണം അതാണ്. ഇതിനെ നമ്മൾ ഒരു ഭാഷയിൽ എന്താ പറയുക? അജ്ഞാനം എന്ന് പറയും. ഈ വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അജ്ഞാനം. ഇത്രയേ ഉള്ളൂ അജ്ഞാനം. ഈ ഒരു തിരിച്ചറിവുണ്ടായാൽ അന്ന് മുതൽക്ക് പിന്നെ ഉള്ളിലേക്ക് ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ ജീവിച്ചത് എന്തിന്? എൻ്റെ ജീവിത ഉദ്ദേശം എന്ത്? എന്താണ് നിങ്ങളുടെ ജീവിത ഉദ്ദേശം? എന്തിനാണ് ഇത്രയും കാലം ജീവിച്ചത്? ജീവിത ഉദ്ദേശം എന്താണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? എന്താ ജീവിത ഉദ്ദേശം? ആത്മസാക്ഷാത്കാരം ഇപ്പൊ പറയാ, അത് വെറുതെ പറയാ. കാരണം ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. എപ്പോഴായി ആത്മാവ് വന്നു കൂടിയത്? ആത്മാവ് പ്രവേശം ചെയ്തത് കുറച്ചു കാലമായിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മൊത്തം ജീവിതത്തെ എടുത്ത് നോക്കുമ്പോൾ എന്തുദ്ദേശത്തിലാണ് നമ്മളിത് ജീവിച്ചത് എന്ന് ചോദിച്ചാൽ അതിലൊരു അവ്യക്തതയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതാണ് വാസ്തവം. എന്തിനായി ജീവിക്കുന്നത്? ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തിനാണ് എന്ന് അന്ന് ഫ്രീ ആയിട്ടിരുന്ന് ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. കാരണം എന്താണ്? ജനിച്ച് വളരുന്ന സമയം മുഴുവൻ ബുദ്ധിയില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല. പിന്നെ അച്ഛനമ്മമാര് തന്നതും സഹായിച്ചതും പറഞ്ഞതും ഒക്കെ കേട്ട് എങ്ങനെയൊക്കെ ജീവിച്ചു. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ വിവേകം വരാൻ തുടങ്ങിയപ്പോൾ അച്ഛനമ്മമാര് തള്ളി വണ്ടിയിൽ കയറ്റി പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ എന്താ പറയണ കിൻഡർ ഗാർഡനിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ചെന്നപ്പോൾ അവർ ഒരു ലോഡ് ബുക്ക് നമ്മൾ പിന്നെ ബാക്കിൽ പിടിപ്പിച്ചു. എന്നിട്ട് രാവിലെയും വൈകിട്ടും അവിടെ പറയുന്നതൊക്കെ കേട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ കേട്ടു. അവിടുന്ന് കരഞ്ഞും വെളിച്ചും മോളൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഫ്രീ ആയുണ്ടോ? അവിടെ വരുമ്പോൾ അത് സംബന്ധിച്ചുള്ള ഹോംവർക്ക്, പിന്നെ വർക്ക്, പിന്നെ ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ ഒരു 10-20 വർഷം കടന്നുപോയി. ഇതിനിടയ്ക്കൊന്നും ഒരു ഗ്യാപ്പും ഇല്ല, ഒരു ക്ഷണം പോലും ഗ്യാപ്പില്ല. ഉറങ്ങുക, കഴിക്കുക, കുളിക്കുക, പിന്നെ വസ്ത്രം ധരിക്കുക, പോവുക എന്നുള്ളതല്ലാണ്ട് വേറൊന്നുമില്ല.
അത് കഴിഞ്ഞ് എവിടെയായി സമയം കിട്ടിയത്? നമുക്ക് ഇത് ചിന്തിക്കാൻ, നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല. കാരണം നമുക്കുള്ളതെല്ലാം ഇമ്മീഡിയറ്റ് ടാസ്ക്കാണ്. ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യേണ്ടത് എന്നുള്ളതല്ലാണ്ട് മൊത്തം ജീവിതത്തെ ഒന്ന് പ്രദർശിപ്പിച്ച് കാണാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ പറ്റിയിട്ടില്ല, ചാൻസേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ടോട്ടൽ ഉദ്ദേശം, ആകെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് അറിയാതെയാണ് ഇത്രയും കാലം നാം ജീവിച്ചത് എന്നുള്ളതാണ് സത്യം. അല്ലേ? സത്യമല്ലേ അത്? അപ്പൊ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേണം നമുക്ക് സത്സംഗം കേൾക്കാൻ. കാരണം അത്രയെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണമല്ലോ എന്തിനാണ് നമ്മൾ ഇതുവരെയും ജീവിച്ചത്, ആർക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും. ആർക്ക് വേണ്ടിയാ ജീവിച്ചത്? അതും അറിയില്ലെന്നുണ്ടോ? ആർക്ക് വേണ്ടിയാ ജീവിച്ചത്? നമുക്ക് വേണ്ടി ജീവിച്ചത്. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. പിന്നെ ബാക്കിയുള്ള കൂടെ വന്നവരൊക്കെ നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ സഹായിക്കുമെന്ന് ഉള്ളത് കൊണ്ട് അവരോടൊക്കെ കൂടെ കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ്. പക്ഷെ എന്തിനാണ് ജീവിച്ചത് എന്ന് ചോദിച്ചാൽ, എന്താണ് ഈ ശരീരത്തിന്റെയും മനസ്സിന്റെയും ജീവിത ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമാണ്: ഈശ്വരന് വേണ്ടിയിട്ടല്ല, പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള, ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടുള്ള, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഭർത്താവിന് വേണ്ടിയിട്ടല്ല, സമ്പത്തിന് വേണ്ടിയിട്ടല്ല, വീടിന് വേണ്ടിയിട്ടല്ല, കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, പദവികൾക്ക് വേണ്ടിയിട്ടല്ല, പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, ആശകളും എന്താ പറയുന്ന ഇച്ഛകളും ഒക്കെ പ്രാപിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. ജനിച്ചപ്പോൾ മുതൽ നമ്മൾ ജീവിച്ചത് സുഖത്തിന് വേണ്ടിയിട്ടാണ്. സുഖത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത് സുഖം കിട്ടും എന്ന ഒരു ആശയോടുകൂടിയാണ്. അല്ലേ? ദുഃഖത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ചിലപ്പോൾ ചെയ്തപ്പോൾ അതിൽ ചില അബദ്ധങ്ങൾ വരുമ്പോൾ ദുഃഖമായിട്ട് വരുന്നു, അത് വേറെ കാര്യം. പക്ഷെ ചെയ്തതൊക്കെ സുഖം കിട്ടുമെന്നുള്ള ഒരു ഒറ്റ ആശ കൊണ്ടാണ്. ഭൂമാവൈ സുഖം. ആ സുഖം എത്ര വേണം? എത്ര സുഖം കിട്ടിയാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ എല്ലാ പരിപാടിയും നിർത്തും എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും. ഇപ്പൊ സുഖത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ഉറപ്പല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ചിലർ പറയാറുണ്ട്, അല്ലെ സുഖത്തിന് വേണ്ടിയിട്ടാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഞാൻ ഇതേപോലെ വേറെ സഭകളിലൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, സുഖത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിച്ചത്? സുഖം അതെന്താണ് സാധനം? സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. അപ്പൊ സുഖത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്, എത്ര സുഖം കിട്ടിയാൽ നമുക്ക് തൃപ്തി വരും? ഇനി ഞാൻ ജീവിച്ചത് മതി, എൻ്റെ ജീവിതം സഫലമായി, ഞാൻ കൃതാർത്ഥനായി, സംതൃപ്തനായി എന്ന് എനിക്ക് അനുഭവം, ഞാൻ ഫീൽ ചെയ്യുന്നൊരവസ്ഥ. ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നിറഞ്ഞു കഴിയുമ്പോൾ ഇനി ഒന്നും വേണ്ട, എത്ര പ്രിയമായ ഭക്ഷണമായാലും വേണ്ട എന്ന് പറയും. അതുപോലൊരവസ്ഥ സുഖത്തെക്കുറിച്ചും വേണ്ടതാണല്ലോ. ഇപ്പൊ എത്ര സുഖം കിട്ടിയാൽ അങ്ങനൊരവസ്ഥ വരും? അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിലുള്ള മൊത്തം പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മൾ തന്നെ നമ്മളെ അനുഭവിക്കുമ്പോൾ, നമ്മുടെ സുഖത്തെ നാം തന്നെ അനുഭവിക്കുമ്പോൾ അതിനെ നാം തിരിച്ചറിയുന്നില്ല, അതൊക്കെ വെളിയിൽ നിന്ന് വരുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു, അത് അജ്ഞാനം. രണ്ട്, ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ആ ജീവിച്ചത് എന്തിനാണ്, അതിൻ്റെ ജീവിതത്തിൻ്റെ ശരിക്കും ആ സൂത്രം എന്താണ്, എൻ്റെ കാതൽ എന്താണ് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ തിരിച്ചറിയാത്തത് ദോഷമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ തിരിച്ചറിയാനുള്ള ചാൻസ് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടില്ല. വെറുതെ ഇരുന്ന് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ, ജീവിതത്തെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അതിന് മനസ്സ് വ്യാപൃതമായിട്ടില്ല.
അപ്പോൾ എന്തായി? അറിയാൻ വേണ്ടായി. ഇനി സുഖം വേണം എന്നുള്ള ചിന്തിച്ചാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം എന്തൊക്കെ നമ്മൾ ചെയ്തുവോ അതൊക്കെ നമുക്ക് സുഖത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതിന് തെളിവാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നാം ചെയ്യുന്നത്. ഇഷ്ടം എന്നതിന് അർത്ഥമാണ് സുഖം. ഇഷ്ടം സുഖമാണ്. അപ്പൊ അങ്ങനെ ആ സുഖം എത്ര വേണം എന്ന് ചോദിച്ചാൽ അതിനൊരു പരിധിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല നാം. തൽക്കാലം നമുക്ക് അതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കിയാൽ, നിങ്ങൾ വൈകുന്നേരം ഇന്ന് പോയിട്ട് രാത്രി പോയിട്ടൊന്ന് ചിന്തിക്കുക, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കുക. ഇപ്പൊ ടോട്ടലി എനിക്ക് എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ, എന്തൊക്കെ എത്ര ധനമുണ്ട്, എല്ലാം കൂടെ എത്രയുണ്ടെങ്കിൽ എനിക്ക് മൊത്തം ഒരു സുഖം കിട്ടുന്നൊരവസ്ഥ വരും. എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട രണ്ടും എഴുതണമല്ലോ. ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ കാര്യം ക്ലിയർ ആവും. ഇങ്ങനെ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, വലിയ വലിയ ബിസിനസ്സും വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിന് വേണ്ട ഈ ഒരു സാധനം നമ്മൾ ചെയ്യാറില്ല. ഇത് നേരത്തെ ചെയ്താൽ വളരെ ഗുണമാണ്. കാരണം ടോട്ടലി നമുക്ക് മനസ്സിലാവും ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഇന്നതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ കിട്ടിയാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആവും. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് കിട്ടിയത് കൊണ്ട് ഏകദേശം ഒന്ന് തൃപ്തിപ്പെട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും അവിടെ കുറേ കുറവുകൾ ഉള്ളതായിട്ട് മനസ്സിലാവും. അപ്പൊ ഇതിനെ നമ്മൾ നാളേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. നാളേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നാളെ ഈ എക്സ്റ്റെൻഡ് ചെയ്തതും കൂടെ വരും, അങ്ങോട്ട് അവിടെ നിന്നുള്ളതും കൂടെ വരും. ഇതെല്ലാം കൂടെ വീണ്ടും ടോട്ടലി എണ്ണം കൂടും. അപ്പൊ അത് കഴിയുമ്പോൾ വീണ്ടും ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത് എവിടേക്കാണ് പോകുന്നതെന്നൊരു പിടിയില്ല. എവിടെ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഫുൾ സ്റ്റോപ്പ് ചെയ്യാം, അണ്ടർലൈൻ ഇട്ട് നിർത്താമെന്നുള്ളത് ഒരു ഉദ്ദേശമില്ല. കാരണം എന്താണ്? സുഖം എത്രയാണ്, സുഖത്തിന്റെ അനുഭവം എത്രയാണ്, എത്ര സുഖത്തെ നാം ആശിക്കുന്നു എന്ന് നമുക്കൊരു നിശ്ചയവും ഇല്ല. ആത്മാവിന്റെ സ്വരൂപം സുഖമാണെന്ന് നമ്മൾ ഉറപ്പിച്ചു നേരത്തെ. എവിടെ? സുഷുപ്തിയിൽ അവസ്ഥയിൽ പോയപ്പോൾ അവിടെ കിട്ടിയത് ആത്മാവിന്റെ സ്വരൂപമായിട്ടുള്ള സുഖമാണ്. കാരണം വേറെ ഒന്നും സുഖം കിട്ടിയിട്ടില്ല. അപ്പോൾ ജീവിതത്തിന്റെ ഉദ്ദേശം സുഖപ്രാപ്തിയാണ്. ആ സുഖപ്രാപ്തി എത്ര വേണം എന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിക്കോളൂ. എന്നാലും അതിൻ്റെ ഒരു ടോട്ടൽ ഞാൻ പറയാം. എൻഡ്ലെസ് ആണ്. അനന്തമായ സുഖം നമുക്ക് വേണം. ഇൻ ഓൾ കണ്ടീഷൻസ്, എല്ലാ അവസ്ഥയിലും നമുക്ക് സുഖം വേണം. ഇനി എന്തെങ്കിലും പനിയോ അസുഖമോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഒരു 1-2 പേര് നമുക്ക് സഹായിക്കാൻ വേണം, വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ വേണം. അങ്ങനെ തുടങ്ങി രോഗാവസ്ഥ തുടങ്ങി ദീർഘകാലമായിട്ട് ചിന്തിക്കുമ്പോൾ, ഇപ്പൊ കുട്ടിക്കാലത്ത് ചിന്തിക്കുന്നത് യുവാവസ്ഥയിൽ എനിക്ക് കുറേ സുഖം ഉണ്ടാവും, ഇതിലും അധികം സുഖം ഉണ്ടാവും എന്ന് പറഞ്ഞ് കുട്ടിക്കാലം കടന്നു പോകും. പിന്നെ യുവാവസ്ഥയിൽ എത്തുമ്പോൾ ഞാനൊരു ഗൃഹസ്ഥനായി ജോലിയൊക്കെ കിട്ടി എല്ലാം നമുക്ക് സമ്പത്തും സൗകര്യങ്ങളൊക്കെ ആവുമ്പോൾ സുഖമാവും. അങ്ങനെ വിശാലമായി ചിന്തിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അനന്ത സുഖത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതിനൊരു ബൗണ്ടറി ഇല്ല, ഒരു കണ്ടീഷനും ഇല്ല. നമുക്ക് വേണ്ട സുഖം കണ്ടീഷൻലെസ് ആണ്. ഒരു കണ്ടീഷനും പാടില്ല. ഇപ്പോ ഏകാദശിക്ക് മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെയൊന്നും കണ്ടീഷൻ പാടില്ല. എല്ലായ്പ്പോഴും നമ്മൾ എപ്പോഴൊക്കെ ബോധവാന്മാരായിരിക്കുന്നു അപ്പോഴൊക്കെ നമുക്ക് സുഖമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കണ്ടീഷനും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല എന്നാണ്. ആരെങ്കിലും കണ്ടീഷൻ വെച്ച് സുഖം തരാമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സുഖത്തെ കൂടി തേടിപ്പോവുകയും അങ്ങനെ ഒരു സുഖത്തിൽ എത്തേണ്ട മാർഗം നമുക്ക് അറിയാതെ വരികയും ചെയ്യുമ്പോൾ നമ്മൾ കടമെടുത്ത് സുഖിക്കാനുള്ള ഒരു പരിപാടി കണ്ടെത്തും. കടമെടുത്ത് സുഖിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കടമെടുത്ത് സുഖിക്കുന്നത്. കാരണം ഇതെല്ലാം സമ്പാദിച്ച് വരുമ്പോഴേക്കും ഒരുപാട് വൈകും. ഇതൊന്നും സാധ്യമാകുമോ എന്നറിയില്ല. അപ്പോൾ ഇപ്പോൾ ഷോർട്ട് കട്ടിൽ എങ്ങനെയെങ്കിലും സുഖിക്കണം, അപ്പോൾ കടമെടുത്ത് സുഖിക്കും. ഇതെല്ലാം ചെയ്യുന്നത് ഈ അനന്തമായ സുഖത്തെ തേടിക്കൊണ്ടാണ്. ആ അനന്തമായ സുഖം ആത്മാവിൻ്റെ സ്വരൂപമായതുകൊണ്ട് തന്നെ ഭൂമാവൈ സുഖം നാൽപേ സുഖമസ്തി. ഉപനിഷത്ത് പറയുന്നത് ആ വ്യാപകമായ അനന്തമായ സുഖം അത് പുറത്തെവിടെയും കിട്ടുന്നതല്ല. പിന്നെയോ അത് നിന്റെ സ്വരൂപമാണ്. അതിനെയാണ് സ്വരൂപസുഖം എന്ന് പറയുന്നത്. ആ സ്വരൂപസുഖം വ്യാപ്തമാണ്.
വിശാലമാണ്. അതിനെ മുറിച്ചാണ് നമ്മൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ വിഷയങ്ങളെ ചേർത്താണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ പഞ്ചസാരയുടെ മാധുര്യം, പഞ്ചസാര മധുരമാണ്, അത് ലഡ്ഡുവിൽ ചേർത്ത് ലഡ്ഡുവിൻ്റെ മധുരമായിട്ട് അത് ഭക്ഷിക്കും. വാസ്തവത്തിൽ ഭക്ഷിക്കുന്നത് എന്താണ്? പഞ്ചസാരയുടെ മാധുര്യമാണ്, പക്ഷേ ലഡ്ഡു നല്ല മധുരമായിട്ടുണ്ട് എന്നാ പറയാ. അപ്പൊ ആ പഞ്ചസാരയിൽ ലഡ്ഡുവിന് വേണ്ട സാമഗ്രികൾ ചേർത്തു. പിന്നെ അപ്പം ഉണ്ടാക്കുമ്പോൾ, ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ട സാമഗ്രികൾ ചേർത്തു. ഏതിലാണോ മാധുര്യം, ആ മാധുര്യമാണ് നമ്മൾ പല രീതിയിൽ അനുഭവിക്കുന്നത്. അപ്പൊ ഈ പരമമായ സുഖത്തെ തന്നെ പല വിഷയങ്ങൾ ചേർത്ത് അനുഭവിക്കും. ഒരു പുഷ്പം കാണുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവുന്നു. ഈ ആത്മാവിന്റെ സുഖം തന്നെയാണ് അത് പുഷ്പത്തിന്റെ രൂപത്തിൽ കാണുന്നത്. അത് ഭഗവാൻ നിർമ്മിച്ചു നമുക്ക് തന്നു. എത്ര സുന്ദരമായി നിർമ്മിച്ചു എന്ന് നോക്കുക. ആ റോസാ പുഷ്പമൊക്കെ നോക്കുമ്പോൾ എത്ര കൃത്യമായിട്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നു, എത്ര സുന്ദരമായിട്ട്. അപ്പൊ അതിൽ നിന്നൊരു സുഖം. അങ്ങനെ വിഷയങ്ങളിൽ ഈ പറയുന്ന മാധുര്യം പഞ്ചസാര എങ്ങനെയാണോ പല ഐറ്റംസിലും സാമഗ്രികളിലും ചേർത്ത് ത്രിമധുരത്തിലും പായസത്തിലും ലഡ്ഡുവിലും ജിലേബിയിലും ഒക്കെ ചേർത്ത് അതതിൻ്റെ പേരുകളിൽ നാം ഭക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരുന്നിട്ടും അത് പഞ്ചസാരയുടെ സുഖമാണ്, പഞ്ചസാരയുടെ മധുരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ തോന്നുന്നില്ല. അതെന്താണ്? അത് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്? ആണോ? എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, പഠിപ്പില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്തത്, അങ്ങനെയാണോ പറയേണ്ടത്? പിന്നെ എന്താ പറയേണ്ടത്? എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയാൻ വശമില്ല. അതാണ് വീണ്ടും അജ്ഞാനത്തിന്റെ സ്വരൂപം. അതിനെ തന്നെ നിരന്തരം അനുഭവിച്ചിട്ടും അതിനെയാണ് അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയില്ല. അത് അജ്ഞാനം. അത് ഈ അജ്ഞാനം, ഇതിന്റെ അജ്ഞാനത്തിന്റെ ഒരു പ്രത്യേകത, ഇത് നമ്മുടെ എഡ്യൂക്കേഷനിലൊന്നും കിട്ടില്ല. അത് ഇതേപോലെ വല്ല സത്സംഗമൊക്കെ കൂടിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇതൊന്നും സ്കൂളിൽ കോളേജിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിലൊന്നും ഇത് കാണില്ല. അങ്ങനെയുള്ള ഒരു അജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ജന്മ ആ മരണാന്തം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അജ്ഞാനത്തിന്റെ പല വകഭേദങ്ങളും അന്ന് നമ്മളെ ആക്രമിക്കുന്നു. നമുക്കതിന് ഉത്തരമില്ല. കാരണം ഈ അജ്ഞാനത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ലല്ലോ. തിരിച്ചറിഞ്ഞാലല്ലേ, ശത്രുവിനെ തിരിച്ചറിഞ്ഞാലല്ലേ ആക്രമിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കൊറോണ വന്നപ്പോൾ കൊറോണ തിരിച്ചറിയാതെ കുറെ കാലം എല്ലാവരും അനുഭവിച്ചു. എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല. കാരണം അദൃശ്യനായ ഒരു ശത്രു എല്ലാവരെയും ഇങ്ങനെ ആക്രമിക്കുന്നു. ഒരു വഴിയും കാണുന്നില്ല എങ്ങോട്ടാ ഓടേണ്ടതെന്ന്. ഒളിച്ചിരിക്കാൻ സ്ഥലമില്ല. അത് ആക്രമിച്ചത് ആദ്യകാലത്തൊക്കെ വലിയ വലിയ മനുഷ്യരെയാണ് ആക്രമിച്ചത്. അതായത് ഈ പ്രഗത്ഭരായിട്ടുള്ള വലിയ വീര്യമുള്ള ശക്തി ആർജിച്ച യോദ്ധാക്കൾ എന്താ ചെയ്യുക? അവർ സാധാരണക്കാരുടെ ഒന്നും ആദ്യം യുദ്ധത്തിന് പോയില്ല. വലിയ വലിയ ആൾക്കാരെടുത്ത്, വലിയ പ്രബലന്മാരെടുത്ത് പോയിട്ട് യുദ്ധം ചെയ്ത് ജയിക്കും. ജയിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർ താനേ ഭയക്കുമല്ലോ. അതുപോലെയാണ് ഈ കൊറോണ ചെയ്തത്. അത്ര ഇൻട്രസ്റ്റിംഗ് നോക്കൂ. വലിയ രാഷ്ട്രപതിമാരെയും മന്ത്രിമാരെയും വലിയ വലിയ ബിസിനസ്മാൻമാരെയൊക്കെ അവരെയൊക്കെ പിടിച്ച് ആക്രമിച്ച് അവരെയൊക്കെ ഹോസ്പിറ്റലിലാക്കിയപ്പോൾ ലോകം മുഴുവൻ വിറച്ചു. അയ്യോ, ഇത്രയധികം വലിയ ആൾക്കാരൊക്കെ അവർക്കൊന്നും രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പൊ ആ അദൃശ്യനായിട്ടുള്ള ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വന്നപ്പോൾ അതിലും ഭയമായി. ആ ഭയത്തിൽ കുറെ കാലം നിന്നു, പിന്നെ തിരിച്ചറിഞ്ഞു, പിന്നെ അതിന് പ്രതിവിധി ഉണ്ടാക്കി. ഇപ്പോൾ ലോകം മുഴുവൻ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥയിലുണ്ട്. എന്നാലും അതിൻ്റെ വരായികകളൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ സുരക്ഷിതമാണ്. അതുപോലൊരു അവസ്ഥയാണ് ഈ അജ്ഞാനം. ഇത്രയൊക്കെ പഠിച്ചിട്ടും അറിഞ്ഞിട്ടും ഈ 2-3 കാര്യങ്ങൾ ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അജ്ഞാനികളായിട്ട്, അല്ലാണ്ട് വെറുതെ അല്ല നമ്മൾ അജ്ഞാനികളായിരിക്കുന്നത്. അജ്ഞാനികൾ എന്നാൽ പഠിച്ചിട്ടില്ലാത്തവരെന്ന് അർത്ഥമില്ല. നല്ല പഠിപ്പുള്ളവരാണ്, പക്ഷെ എല്ലാം പഠിച്ചിട്ട് ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സഹായകമാകുന്ന
നമ്മുടെ തന്നെ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന, അത് നമുക്കെന്നല്ല, ലോകത്തിന് മുഴുവൻ, ലോകത്തെപ്പോഴെങ്കിലും ഒരു കാര്യത്തിലൂടെ സമാധാനം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അത് ഈ നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള ഈ അദ്വൈത ജ്ഞാനമാണ്, ആത്മാവിൻ്റെ ജ്ഞാനമാണ്. ഈ ആത്മാവിൻ്റെ ജ്ഞാനം ഉണ്ടായാൽ, അദ്വൈത ജ്ഞാനം ഉണ്ടായാൽ ബാക്കി എല്ലാം ഇല്ലാണ്ടാകും എന്നില്ല. അതെല്ലാം അതതിൻ്റെ രീതികളിൽ നടന്നുകൊണ്ടിരിക്കും. ഈ അജ്ഞാനത്തെ നമ്മൾ ഇല്ലാണ്ടാക്കുന്നു, അത്രമാത്രം. അതിനെ തിരിച്ചറിയുന്നു, ഇതാണ് സംഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണ്, ഈ സുഖം എനിക്ക് വാസ്തവത്തിൽ കിട്ടുന്നത് ഇങ്ങനെയാണ്. പിന്നെ പഞ്ചസാര പല രൂപത്തിലും നമ്മൾ അനുഭവിക്കുന്നത് പോലെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാം, അത് കൊള്ളാം. കാരണം പഞ്ചസാരയുടെ രൂപത്തിൽ തന്നെ കഴിക്കുന്നത് കുറെ കഴിച്ചു കഴിയുമ്പോൾ മടുക്കുമല്ലോ. അപ്പൊ അത് പിന്നെ മാറ്റി മാറ്റിയൊക്കെ കഴിക്കാം അല്ലേ എന്ന് ചിന്തിച്ച് നമുക്കതിനെ ഉറപ്പിക്കാം. അതാണ് വേദാന്ത ശാസ്ത്രം. സനാതന ധർമ്മത്തിൻ്റെ മൗലിക ഗ്രന്ഥമായിട്ടുള്ള വേദങ്ങളുടെ ഒരു പരിചയം, അതിൽ പറയുന്ന വിഷയങ്ങൾ, അത് ലോകത്തിന് എങ്ങനെ ഉപകരിക്കും. ഞാൻ അങ്ങനെയാണ് ഈ 5 ദിവസ സത്സംഗത്തിൽ മുഴുവൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ടെക്നിക്കലായിട്ട് അതിലെ വേദങ്ങളുടെ ഭാഗം, അതിൻ്റെ സ്വരം, അതിൻ്റെ ശിക്ഷ, അതിൻ്റെ ശാസ്ത്രം, അങ്ങനെ വളരെ ക്ലാസിക്കലായിട്ട് ടെക്നിക്കലായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്ക് വേണ്ടത് മറ്റൊരു രീതിയിലാണ്. അതൊക്കെ വിദ്യാർത്ഥികളോട് നമ്മൾ വേറെ പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ ഈ ശാസ്ത്രങ്ങളും ഈ പറഞ്ഞ തത്വജ്ഞാനം ഉപദേശിക്കുന്ന ഗ്രന്ഥങ്ങളുമൊക്കെ സനാതന ധർമ്മത്തിൻ്റെ സ്വരൂപങ്ങളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരിലും എങ്ങനെയാണ് പ്രവർത്തിക്കുക, ഇതിലെന്തൊക്കെയാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക, എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു, അതൊക്കെ ചെറുതായിട്ടൊന്ന് തിരുത്തിയാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ, ഇന്നത്തെ കാലത്ത് ഇതെങ്ങനെ സ്വായത്തീകരിക്കാം, ഇന്നത്തെ കാലത്ത് നമ്മൾ വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ബേസ് ചെയ്ത് അതിനോടൊപ്പം സനാതന ധർമ്മത്തിലെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടുത്തി സനാതന ധർമ്മം എന്താണ് എന്നുള്ളതിൻ്റെ തത്വജ്ഞാനത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇതാണ് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനം. ഇനി നാളെ സനാതന ധർമ്മം എന്താണ്, അതിൽ വരുന്ന ഗ്രന്ഥങ്ങൾ എന്താണ്, അതെങ്ങനെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. ഇന്ന് മുഴുവൻ സമയം നമ്മൾ പ്രഭാഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു. കാരണം ഇന്ന് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. നാളെ തൊട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം പ്രഭാഷണം നടത്തുകയും അത് കഴിഞ്ഞ് ചോദ്യോത്തരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വക്തവ്യം ഇവിടെ ഭഗവാന്റെ കൃപ കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ.